കുറച്ച് ചില റെഗുലേഷൻസും ചില കമാൻഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അതിനെ നമുക്ക് വേണ്ട രീതിയിലുള്ള ഔട്ട്പുട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് കൺട്രോൾ. സോ ജസ്റ്റ് കൺട്രോൾ എന്നൊരു വേർഡ് ആണെങ്കിൽ തന്നെയും അത് വളരെ ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉള്ള ഒരു വാക്കാണ്. പ്രോസസ് കൺട്രോൾ അതൊരു വേറൊരു വിഭാഗമാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ. സോ അതിൽ നിന്ന് നമുക്ക് അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്താണ് കൺട്രോൾ സിസ്റ്റം എന്നുള്ള വേർഡ് വരുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് സിമ്പിൾ ജസ്റ്റ് ഒരു ബേസ് മുതൽ സീറോയിൽ നിന്ന് പറഞ്ഞു വരാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ഇതൊക്കെ പറയുകയാണ്. ഓക്കെ, ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് സ്റ്റിൽ. Okay, so meaning of the control is to regulate, direct or command a system so that a desired objective is obtained. Okay, system എന്താണെന്ന് മനസ്സിലായി, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു മനസ്സിലായി, എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നു മനസ്സിലായി. ഓക്കെ, ഇനി നമുക്കൊരു പർട്ടിക്കുലർ സിസ്റ്റം ഉണ്ട്. സിസ്റ്റത്തിന് ഒരു ഇൻപുട്ട് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. സോ അതിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, ഏതെല്ലാം രീതിയിൽ കൺട്രോൾ ചെയ്യാം, കൺട്രോൾ ചെയ്യുമ്പോൾ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഔട്ട്പുട്ട് എങ്ങനെയാണ്, അപ്പൊ ആ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുമ്പോഴാണോ ആക്യുറേറ്റ്, കൺട്രോൾ ചെയ്യാമ്പോഴാണോ ആക്യുറേറ്റ്, അതിന്റെ ടൈം എടുക്കുന്നത് കൺട്രോൾ ഉള്ളപ്പോഴാണോ കൺട്രോൾ ഇല്ലാത്തപ്പോഴാണോ, എങ്ങനെ കൺട്രോൾ ചെയ്യാം, അങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൽ ബേസിക് ലെവലിൽ ഒരു ബിടെക് ലെവലിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്ക് കൺട്രോൾ മനസ്സിലായി, സിസ്റ്റം മനസ്സിലായി, കൺട്രോൾ സിസ്റ്റം മനസ്സിലായി. ഇപ്പൊ ഇനി ഇൻപുട്ട് ഉണ്ടെന്ന് പറഞ്ഞു, ഔട്ട്പുട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഇൻപുട്ട് എന്ന് നോക്കാം. The applied signal or excitation signal applied to a control system. So ഒരു എക്സൈറ്റേഷൻ സിഗ്നൽ ആണ്, ഒരു അപ്ലൈഡ് സിഗ്നൽ. അപ്പോൾ സിഗ്നൽ എന്ന് പറയുമ്പോൾ അതൊരു ഇമ്പൾസ് സിഗ്നൽ ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ആവാം, അല്ലെങ്കിൽ ഒരു റാമ്പ് ഇൻപുട്ട് ആവാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് ആണ് അത്. അതൊക്കെ നമ്മൾ വരുന്നുണ്ട്. പലതരത്തിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. അപ്പൊ അതിനെയാണ് ഒരു ഡിസൈർഡ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എക്സൈറ്റേഷൻ. ഒരു സിസ്റ്റത്തിന് നമ്മൾ എന്ത് കൊടുത്താണോ എക്സൈറ്റ് ചെയ്യുന്നത് അതാണ് അതിന്റെ ഇൻപുട്ട്. അപ്പം ആ സിസ്റ്റത്തിന്റെ ആക്ച്വൽ റെസ്പോൺസ് ദാറ്റ് ഈസ് ഒബ്ടൈൻഡ് ഫ്രം എ സിസ്റ്റം ഡ്യൂ ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ഇൻപുട്ട്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് റെസ്പോൺസ് ആയിട്ട് കിട്ടുക, അതാണ് ഔട്ട്പുട്ട്. സോ അതാണ് വളരെ ബേസിക് ആയിട്ട് കൺട്രോൾ സിസ്റ്റത്തിൽ സിസ്റ്റം എന്താണ്, കൺട്രോൾ എന്താണ്. അപ്പൊ ആ സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പൊ എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട്, അത് ക്ലിയർ ആയി. അത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ. ഓക്കെ, സോ നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് ലാൻഡ് ചെയ്തു. ഇനി കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ it is an arrangement of different physical components such that it gives the desired output for the given input by means of direct regulate or command the system. So control system അതാണ്. നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടാവും, ഒരു ഡിഫറെന്റ് കോമ്പണൻസ് ഉണ്ടാവും, അതിലാണ് കൂടി ഒരു സിസ്റ്റം ഉണ്ടാവും. അപ്പം ആ സിസ്റ്റത്തിൽ നമുക്ക് ഡിസൈർഡ് ഇൻപുട്ട് കൊടുക്കും, നമ്മളൊരു ഔട്ട്പുട്ട് ഇൻപുട്ട് കൊടുക്കുന്നു, ഒരു കൺട്രോൾഡ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ഇൻപുട്ട് കൊടുക്കുന്നു. സോ അപ്പം നമുക്കൊരു ഡിസൈർഡ് ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ കൺട്രോൾ സിസ്റ്റം എന്ന് പറയാം. അപ്പൊ നമ്മൾ അതിനെ ആ സിസ്റ്റത്തെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നു, കമാൻഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മുടെ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഇനി പറയാൻ പോകുന്ന പോയിന്റ് നിങ്ങൾക്ക് കേരള PSC എക്സാംസിന് 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. പല ഓപ്ഷൻസ് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. വളരെ ബേസിക് നിന്ന്. എ കൺട്രോൾ സിസ്റ്റം മസ്റ്റ് ഹാവ് ഇൻപുട്ട്. കൺട്രോൾ സിസ്റ്റത്തിന് ഇൻപുട്ട് ഉണ്ടായിരിക്കണം, ഔട്ട്പുട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഔട്ട്പുട്ടും ഇൻപുട്ടും അച്ചീവ് ചെയ്യാനുള്ള വേസ് മുതൽ ഉണ്ടായിരിക്കണം. there should be an input, there should be an output, ways to achieve the input and output objectives. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള വഴികൾ ഉണ്ടായിരിക്കണം, കൺട്രോൾ ആക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻസ് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിക്വയർഡ് ഫോർ എ കൺട്രോൾ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ഓപ്ഷൻസ് ഒക്കെ വരാം. അപ്പൊ നിങ്ങൾക്ക് ഇഫ് യു ആർ സീൻ, അപ്പം നോട്ട് നെസസറി ഓർ മാൻഡേറ്ററി, ഇപ്പൊ നെസസറി മാൻഡേറ്ററി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാം. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണെന്ന് അറിയുന്ന ഒരാൾക്ക് കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, യു ഷുഡ് ഹാവ് എൻ ഇൻപുട്ട്, ഔട്ട്പുട്ട്, ദ വേസ് ടു അച്ചീവ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഒബ്ജക്റ്റീവ്സ്. അപ്പം വേസ് ടു അച്ചീവ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഒബ്ജക്റ്റീവ്, കൺട്രോൾ ആക്ഷൻ. അപ്പൊ ഈ കൺട്രോൾ ആക്ഷനകത്താണ് ഫീഡ്ബാക്കും അങ്ങനെയുള്ള ഓപ്പൺ ലൂപ്പ്, ക്ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, നമ്മൾ അതിലേക്കാണ് വരുന്നത് ദ കമ്മിങ് സ്ലൈഡ്സ്. ഓക്കെ, സോ നമ്മൾ ഇനി എക്സാക്ട്ലി നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. സോ ഫസ്റ്റ് 2 സ്ലൈഡ്സ് കൺട്രോൾ സിസ്റ്റത്തിന്റെ കഥയായിരുന്നു. എന്താണ് കൺട്രോൾ സിസ്റ്റം, എന്തിന് കൺട്രോൾ സിസ്റ്റം എന്നുള്ള കഥയായിരുന്നു ആദ്യത്തെ 2 സ്ലൈഡിൽ. ഇനി കൺട്രോൾ സിസ്റ്റത്തിന്റെ ലൈക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇനി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. ഓക്കെ, കൺട്രോൾ സിസ്റ്റത്തിലെ ഇൻപുട്ടിനെ, ഓക്കെ, കേരള PSC ലെവൽ എക്സാമിന് ഡെഫിനറ്റ്ലി അവർക്ക് ചോദിക്കാവുന്നതാണ്.
ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും റെഫറൻസ് ഇൻപുട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആർ ഓഫ് ടി എന്ന് വിളിക്കുക. ദാറ്റ്സ് വൈ വി കോൾഡ് ആർ ഓഫ് ടി, റെഫറൻസ് ഇൻപുട്ട്. കൺട്രോൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ഔട്ട്പുട്ട് വിച്ച് ഈസ് സി ഓഫ് ടി. ഓക്കെ, സി ഓഫ് ടി ആർ ഓഫ് ടി എന്താണെന്നൊക്കെ കൺഫ്യൂഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലായിരിക്കും സ്റ്റിൽ. ഓക്കെ, നമ്മുടെ ടൈമിനനുസരിച്ച് ഉള്ള ഒരു ഔട്ട്പുട്ട്, അതാണ് സി ഓഫ് ടി. ഒരു വേരിയബിൾ യൂസ് ചെയ്ത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു ഒരു ഔട്ട്പുട്ടിനെ. ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്താണോ അതിനെ നമ്മൾ ഒരു വേരിയബിൾ യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്താണ് സി ഓഫ് ടി. കറസ്പോണ്ടിംഗ്ലി അതിന്റെ ഇൻപുട്ട് ആണ് ആർ ഓഫ് ടി. സോ കൺട്രോൾ സിസ്റ്റത്തിൽ ഔട്ട്പുട്ട് എപ്പോഴും കൺട്രോൾഡ് ഔട്ട്പുട്ട് ആയിരിക്കും. സോ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ കൺട്രോൾഡ് ഔട്ട്പുട്ട് ആൻഡ് ആർ ഓഫ് ടി എന്ന് പറയുന്നത് റെഫറൻസ് ഇൻപുട്ട്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, കൺട്രോൾഡ് റെഫറൻസ്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് സിസ്റ്റം. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു സിസ്റ്റം ഉണ്ട്, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ഇൻപുട്ട് ഉണ്ട്. ഇൻപുട്ട് എപ്പോഴും റെഫറൻസ് ഇൻപുട്ട് ആയിരിക്കും, ഔട്ട്പുട്ട് എപ്പോഴും കൺട്രോൾഡ് ഔട്ട്പുട്ട് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി നമുക്ക് ആ സിസ്റ്റത്തിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കലി അതിനെ ഒന്ന് ക്യാരക്ടറൈസ് ചെയ്ത് നോക്കാം. സോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് മോഡൽസ് ആണ്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ മോഡലും സ്റ്റേറ്റ് മോഡലും. സ്റ്റേറ്റ് മോഡൽ നമ്മൾ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ഒരു ബിടെക് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ടുവേർഡ്സ് ദ എൻഡ് ആണ് നമ്മൾ സ്റ്റേറ്റ് മോഡൽ പഠിക്കുക. കൺട്രോളബിലിറ്റിയും ഒബ്സർവബിലിറ്റി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വെരി ഇമ്പോർട്ടന്റ്ലി ബേസിക്സ്. കൺട്രോൾ സിസ്റ്റം എന്ന് കേട്ടാൽ ആദ്യം നമുക്ക് മനസ്സിൽ വരുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ എനി സിസ്റ്റം ക്യാൻ ബി ക്യാരക്ടറൈസ്ഡ് മാത്തമാറ്റിക്കലി ബൈ യൂസിങ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ സിസ്റ്റം ഫംഗ്ഷൻ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഫോർ എ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. ഓക്കെ, എന്താണ് ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? അപ്പൊ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയും ഫോർ എ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഓക്കെ, ബേസിക്സ് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. സോ എന്താണ് ഈ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം? അതിൽ 3 വാക്കുണ്ട്. ലീനിയർ, ശരി, ഓക്കെ, 2 വാക്കുള്ളൂ. ലീനിയർ, ടൈം ഇൻവേരിയന്റ്. അത് രണ്ട് ഡിഫറെന്റ് ഏരിയ ആണ്. ലീനിയർ സിസ്റ്റം, ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. അപ്പൊ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കണം. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സിസ്റ്റം ലീനിയർ എന്ന് പറഞ്ഞാൽ? when you say a system is linear, ആർക്കെങ്കിലും പറയാം ഒരു സിസ്റ്റം എങ്ങനെയാണ് ലീനിയർ എന്ന് പറയാ? അത് ശരിക്കും സിഗ്നൽസിലെ കോൺസെപ്റ്റ് ആണ്. ആർക്കെങ്കിലും അറിയോ ഒരു സിസ്റ്റം എപ്പോഴാണ് ലീനിയർ എന്ന് പറയാ? ആരെങ്കിലും ഉണ്ടോ അവിടെ? എല്ലാരും പോയോ? എനിക്ക് സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓക്കെ അതൊരു ലീനിയർ ഗ്രാഫാണ്, സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമ്മൾ പറയും. y = mx + c. അതാണോ ഉദ്ദേശിച്ചത് ലീനിയറിന്? ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ഒരു ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഒബേസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജൂനിറ്റി ആൻഡ് സൂപ്പർപോസിഷൻ എന്ന് പറയാം. ഐ തിങ്ക് ഇന്നലത്തെ നിങ്ങളുടെ നെറ്റ്വർക്ക് ക്ലാസ്സിൽ ഹോമോജൂനിറ്റി ആൻഡ് സൂപ്പർപോസിഷൻ ഒക്കെ കവർ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. ശരിക്കും കൺട്രോൾ സിസ്റ്റത്തിൽ വരുന്നതല്ല, ബട്ട് സ്റ്റിൽ മ്യൂട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാം. അപ്പം ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന് ഒരു ഇൻപുട്ട് കൊടുത്തു, A1 R1 of t. ഓക്കെ, ഒരു ഇൻപുട്ട് കൊടുത്തു, അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് B1 C1 of t കൊടുത്തു. ഓക്കെ, C1 of t എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല ടൈമിലുള്ള ഔട്ട്പുട്ട്. അതേ സെയിം സിസ്റ്റത്തിൽ നമ്മൾ വേറൊരു ഇൻപുട്ട് കൊടുത്തു, A1 A2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. വേറൊരു ഇൻപുട്ട് കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേറൊരു ഔട്ട്പുട്ട് കിട്ടി. ഈ 2 ഇൻപുട്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആഡ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, സോ ഔട്ട്പുട്ട് ഇസ് A1 R1 of t plus A2 R2 of t is equal to B1 C1 of t plus B2 C2 of t ആണെങ്കിൽ നമ്മൾ പറയും ആ സിസ്റ്റം ലീനിയർ സിസ്റ്റം ആണെന്ന് പറയും. ഓക്കെ, ടൈം ഇൻവേരിയന്റ് എന്താണ്? ലീനിയർ ടൈം ഇൻവേരിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ഇൻവേരിയന്റ് എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇത് ശരിക്കും നമ്മൾ അതായത് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് കയറി കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഡെഫിനേഷൻ. അതുകൊണ്ടാണ് ഞാനിത് ലാസ്റ്റിൽ വെച്ചത്.
ഓക്കെ, അതാണ് ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ലീനിയർ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം, ലീനിയർ സിസ്റ്റംസ് ഏത് പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്യുക, ഹോമോജിനിറ്റി ആൻഡ് സൂപ്പർപോസിഷൻ. ഐ തിങ്ക് ഈ ടോപ്പിക് ഇന്നലെ സാറ് നെറ്റ്വർക്സിൽ കവർ ചെയ്തു എന്ന് തോന്നുന്നു, ഹോമോജിനിറ്റി ആൻഡ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം ക്ലിയർ ആവാത്തവര് ഒന്നുകൊണ്ടും വറീഡ് ആവണ്ട. നമ്മൾ ടുവേർഡ്സ് എൻഡ് ഓഫ് ലെക്ചർ അതിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു എക്സ്ട്രാ ഒരു ഇതുപോലെ സിഗ്നൽസിലെ കുറച്ച് ടോപ്പിക്സ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഒരു ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ആർ ഓഫ് ടി, റെഫറൻസ് ഇൻപുട്ട് ആർ ഓഫ് ടിയും ഔട്ട്പുട്ട് സി ഓഫ് ടിയും ആണെങ്കിൽ, ഓക്കെ, അപ്പൊ നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ക്ലിയർ ആവാതെ കൺട്രോൾ സിസ്റ്റത്തിലെ ഒരു ടോപ്പിക്ക് നമുക്ക് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റില്ല. എസ് ഡൊമൈൻ നമ്മൾ കംപ്ലീറ്റ് കൺട്രോൾ സിസ്റ്റം മൊത്തം നമ്മൾ ചെയ്യുന്നത് എസ് ഡൊമൈനിലാണ്. അപ്പം ടൈം ഡൊമൈൻ എസ് ഡൊമൈനിൽ പോകാൻ വേണ്ടി നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, സോ ആർ ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആർ ഓഫ് എസ് ആണെന്ന് നമ്മൾ പറയും, സി ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം സി ഓഫ് എസ് ആണെന്ന് ഞാൻ പറയും. സോ കൺട്രോൾ സിസ്റ്റം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫോർമുലാസ്, അത് മാത്രമേ ഞാൻ ഈ ഇതിൽ പർട്ടിക്കുലർ ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ വേറൊരു സെഷൻ നമുക്ക് എടുക്കാം, ബിക്കോസ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് നെറ്റ്വർക്ക്സ് ആണെങ്കിലും സിഗ്നൽസ് ആണെങ്കിലും കൺട്രോൾ സിസ്റ്റം ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് വരുന്നുണ്ട്. പക്ഷേ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് അതൊരു പർട്ടിക്കുലർ ടോപ്പിക് ആയിട്ട് പറയുന്നില്ല ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, സോ നമുക്കത് എടുക്കാം. പക്ഷെ ഫോർ ദ ടൈം ബീയിങ് കൺട്രോൾ സിസ്റ്റത്തിലെ ടോപ്പിക്സ് ചെയ്യാനുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ കുറച്ച് ഫോർമുലാസ് അത് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറഞ്ഞാൽ എന്താണ്? ഫോർ എ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഔട്ട്പുട്ട് divided by the Laplace transform of the input for zero initial condition. കേരള PSC എക്സാമിന് ചോദിക്കും ഇതൊക്കെ ഡയറക്റ്റ്. വേറെ ഏത് എക്സാമിന് ചോദിച്ചില്ലെങ്കിലും കേരള PSC ഇതൊക്കെ ചോദിക്കും. സോ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം ആയിരിക്കണം, ടൈം വേരിയന്റ് അല്ല, ലീനിയർ ആയിരിക്കണം, ടൈം ഇൻവേരിയന്റ് ആയിരിക്കണം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഫോർ എ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഔട്ട്പുട്ട് divided by the Laplace transform of the input for zero initial condition. അതായത് നേരത്തെ പ്രീവിയസ് സൈക്കിളിലുള്ള മെമ്മറി ബേസ്ഡ് ഒന്നും അതിൽ പാടില്ല, ഇനിഷ്യൽ കണ്ടീഷൻ എപ്പോഴും സീറോ ആയിരിക്കണം. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, നമുക്ക് അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ലീനിയർ ടൈം ഇൻവേരിയന്റ് ഓർക്കുക. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഇൻപുട്ട്. പക്ഷേ ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്, സീറോ ഇനിഷ്യൽ കണ്ടീഷൻ. അതായത് there should not be any memory element, മെമ്മറി ഒന്നും ഉണ്ടാവാൻ പാടില്ല. So that is what we call transfer function. Okay, പിന്നെ നിങ്ങൾക്ക് ലൈക്ക് ചൂസ് ദ ഇൻകറക്റ്റ് ആൻസർ അല്ലെങ്കിൽ ചൂസ് ദ കറക്റ്റ് ആൻസർ എന്ന ഫോമിൽ നിങ്ങൾക്ക് വരാവുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ പ്രൊവൈഡ്സ് നോ ഇൻഫർമേഷൻ അബൌട്ട് ദ ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് ദ സിസ്റ്റം. അതായത് ആ സിസ്റ്റം ഇപ്പൊ നമുക്കൊരു ഫിസിക്കലി ആ സ്ട്രക്ചർ എന്താണെന്നോ അതിൽ എന്തൊക്കെ കോമ്പോണന്റ് ഉണ്ടെന്നോ ഒന്നും ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറയുന്നില്ല. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഓൺലി വറീഡ് അബൌട്ട് ദ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട്, ദാറ്റ് ടു ഇൻ ദ ലാപ്ലേസ് എസ് ഡൊമൈൻ. എസ് ഡൊമൈനിലുള്ള, എസ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ലാപ്ലേസ് ഡൊമൈൻ, അതായത് ഫ്രീക്വൻസി ഒക്കെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആ ഡൊമൈനിൽ ട്രാൻസ്ഫർ സിസ്റ്റം എങ്ങനെ ഇരിക്കുന്നു അത് മാത്രമേ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആവശ്യമുള്ളൂ. ഫിസിക്കലി അത് എന്താണെന്ന് പറയുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻപുട്ട് ആൻഡ് നേച്ചർ ഓഫ് ദ ഇൻപുട്ട്. അപ്പൊ എന്ത് ഇൻപുട്ട് ആണെന്നോ എന്ത് ഔട്ട്പുട്ട് ആണെന്നോ ഒന്നും ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് നോട്ട് വറീഡ്. എസ് ഡൊമൈനിൽ എന്ത് ഔട്ട്പുട്ട് ആണോ കിട്ടുന്നത്, ഇൻപുട്ട് നമ്മൾ എസ് ഡൊമൈനിൽ എന്താണ് അതിന്റെ റേഷ്യോ എടുക്കും, ഇനിഷ്യൽ കണ്ടീഷൻസ് എപ്പോഴും സീറോ ആയിരിക്കും. ഓക്കെ, അതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പൊ ഫിസിക്കൽ സ്ട്രക്ചറിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻപുട്ടിന്റെ ഔട്ട്പുട്ടിന്റെ മാഗ്നിറ്റ്യൂഡും നേച്ചറും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോറി, ഇൻപുട്ടിന്റെ മാഗ്നിറ്റ്യൂഡും നേച്ചറും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നമ്മൾ മാത്തമാറ്റിക്കലി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സി ഓഫ് ടി ഡിവൈഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ആർ ഓഫ് ടി. അപ്പൊ സി ഓഫ് ടി എന്താണ്? കൺട്രോൾഡ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ ഈ ഇന്നത്തെ ലെക്ചറിൽ നിങ്ങൾ അതായത് ഇൻ ഫ്യൂച്ചർ ഫോർ ദ എക്സാം ടൈം വരെ ഒരിക്കലും മറക്കേണ്ടാത്ത കാര്യങ്ങളാണ് ഞാൻ പിന്നെയും പറയാം. സി ഓഫ് ടി എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ഔട്ട്പുട്ടും ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ റെഫറൻസ് ഇൻപുട്ടും ആണ്. ഓക്കെ, സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ഇനിഷ്യൽ കണ്ടീഷൻ. ഓക്കെ,
അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മൾ പറഞ്ഞു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു എക്സൈറ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു സിഗ്നൽ ആയിരിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ പല ടൈപ്പ് സിഗ്നൽസ് ഉണ്ട്. ഇമ്പൾസ് സിഗ്നൽ ഉണ്ട്, പിന്നെന്താണ് സ്റ്റെപ്പ് സിഗ്നൽ ഉണ്ട്, ഇമ്പൾസ് സ്റ്റെപ്പ് സിഗ്നൽ ഉണ്ട്, റാമ്പ് സിഗ്നൽ ഉണ്ട്, പാരബോളിക് സിഗ്നൽ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അറ്റ് ദിസ് കേസ് ബാക്കിയുള്ള സിഗ്നൽസിനെ പറ്റി നിങ്ങൾ പറഞ്ഞേക്കൂ. ഇമ്പൾസ് സിഗ്നൽ ഉണ്ട്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വളരെ സ്മോൾ ഇന്റർവെല്ലിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, അതാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയാം. ദ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അപ്പൊ അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, എന്റെ മൗസ് നോക്കിക്കോളൂ, ഡെൽറ്റ ഓഫ് ടി വെച്ചാണ്. സോ ഇമ്പൾസ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ടി. ഓക്കെ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് ഓക്കെ ആണോ? ക്ലാസിന്റെ സ്പീഡ് ഓക്കെ ആണോ? ഓക്കെ ഫൈൻ, കാരണം നിങ്ങൾ കമന്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഓക്കെ, സോ ഇമ്പൾസ് ഓക്കെ സോ ഇമ്പൾസ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ടി നമ്മൾ എടുക്കാം. അപ്പം ഓക്കെ, ഇന്ന് തന്നെ പഠിച്ചു. അതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് വേണ്ട, ലാപ്ലേസിന്റെ ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് കേരള PSCക്ക് വേണ്ട. ഓക്കെ, മാത്തമാറ്റിക്സ് നമ്മുടെ സിലബസിൽ മാത്തമാറ്റിക്സ് ഇല്ല. സോ അപ്പൊ ലാപ്ലേസ് എങ്ങനെ എടുക്കുന്നു നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, ലാപ്ലേസിന്റെ ഒരു ചെറിയ സെഷൻ ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുതരാം. പക്ഷേ ലാപ്ലേസിന്റെ ഡെഫിനേഷനോ ഇന്റഗ്രൽ 0 to infinity അതൊന്നും നിങ്ങൾക്ക് വേണ്ട. ഇൻപുട്ട്, അതായത് ഇമ്പൾസ് സിഗ്നലിന്റെ ലാപ്ലേസ് എപ്പോഴും 1 ആയിരിക്കും. സോ ലാപ്ലേസ് ഓഫ് ഡെൽറ്റ ഓഫ് ടി ഈക്വൽ ടു 1, അല്ലെങ്കിൽ ലാപ്ലേസ് ഓഫ് ദ ഇൻപുട്ട് ഡെൽറ്റ ഓഫ് ടിയുടെ ലാപ്ലേസ് എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, ഏത് ക്വസ്റ്റ്യനകത്ത് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിൽ വരണം, ലാപ്ലേസ്, ഇമ്പൾസിന്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ ഈ പർട്ടിക്കുലർ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പർട്ടിക്കുലർ കേസിൽ ഇഫ് ആർ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1, അതായത് ഇമ്പൾസ് ഇൻപുട്ട് ആണെങ്കിൽ ലാപ്ലേസ് ഓഫ് ഡെൽറ്റ ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾ ചിന്തിക്കൂ, അപ്പം ഇവിടെ ഈ ഡിനോമിനേറ്റർ പാർട്ട് ഈക്വൽ ടു 1 ആയി പോയി. ലാപ്ലേസ് ഓഫ്, അപ്പൊ ഇൻപുട്ട് ആർ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ ഇമ്പൾസ് കൊണ്ടുകൊടുത്തു ഇൻപുട്ടിൽ, എന്നിട്ട് നമ്മൾ ഔട്ട്പുട്ട് എന്താന്ന് നോക്കാൻ പോവാം. അപ്പം ഇൻപുട്ട് ആർ ഓഫ് ടി ആയപ്പോൾ ഡെൽറ്റ ഓഫ് ടി എന്ന് പറയുന്നത് 1, സോറി ആർ ഓഫ് എസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, ബിക്കോസ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇമ്പൾസ് ആണ്. അപ്പം ഇമ്പൾസ് സിഗ്നലിന്റെ ബേസിസിൽ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ആണ് നമുക്ക് ഫൈനലി നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഇക്വേഷൻ. അതിൽ ആർ ഓഫ് എസ് 1 ആയിപ്പോയി. അതിന്റെ അർത്ഥം എന്താണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു സി ഓഫ് എസ്. പക്ഷെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എപ്പോ നമുക്ക് എഴുതാം? ഇൻപുട്ട് എന്ന് പറയുന്നത് ഇമ്പൾസ് ഇൻപുട്ട് ആണെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും. അപ്പം ഇമ്പൾസ് റെസ്പോൺസ്, ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഔട്ട്പുട്ട് ആയിരിക്കും. സോ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഈക്വൽ ടു, ഇമ്പൾസ് റെസ്പോൺസ് അല്ല, സോറി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. We know that transfer function is equal to C of S by R of S. Okay. In case of impulse input, R of S എന്ന് പറയുന്നത് 1 ആണ്. കാരണം because Laplace transform of delta of K എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ transfer function will be equal to C of S. So നമുക്ക് summarize ചെയ്യാം. So transfer function can also be called the impulse response of the system. Impulse, okay, Laplace S ഡൊമൈനിൽ തന്നെ Laplace transform എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സോ ഇമ്പൾസ് റെസ്പോൺസിന് ഈക്വൽ ആണ് ഈ ഇമ്പൾസ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസിന് ഈക്വൽ ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് റെസ്പോൺസ്. കീ പോയിന്റ്, നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, ഞങ്ങൾ നോട്ട് തരും, എന്നാൽ പോലും നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, ഒരു സജഷൻ, വെൻ യു ആർ അറ്റൻഡിങ് ദ ക്ലാസ് അറ്റ്ലീസ്റ്റ് കീപ് പെൻ ഓഫ് 3 കളേഴ്സ്. 3 കളറിലുള്ള പേന, ഒരു സ്കെയില്, ഇതൊക്കെ ആയിട്ട് ഇരിക്കുക. എന്നിട്ട് ഇത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. ഞങ്ങളുടെ നോട്ട് വായിക്കുന്നതിനേക്കാളും നിങ്ങൾ നോട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുക. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ ഡയറക്ട്ലി ഒരു ക്വസ്റ്റ്യനിലേക്ക് നിങ്ങളെ കൊണ്ടുപോയാണ്. അതിനുശേഷമേ ഞാൻ ലാപ്ലേസിന്റെ ഫോർമുല പറയുന്നുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യം സ്ലൈഡിന്റെ താഴെയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട, ജസ്റ്റ് ആ പ്രോബ്ലം ഒന്ന് വായിക്കാം. ഇമ്പൾസ് റെസ്പോൺസ് എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു, സിസ്റ്റം എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു, ഇക്വേഷൻ നിങ്ങൾ കണ്ടു, അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്.
ഇപ്പൊ പഠിപ്പിച്ച എന്താണ്, ഇപ്പൊ പഠിപ്പിച്ച കോൺസെപ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ട. നിങ്ങൾ നേരത്തെ എന്ത് പഠിച്ചു ലാപ്ലേസ് അറിയോ, ഒന്നും നിങ്ങൾക്ക് അറിയണ്ട. ക്വസ്റ്റ്യൻ എന്താണ്? ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം ഈസ് e raised to minus t minus e raised to minus 2t into u of t. അപ്പൊ നമുക്കൊരു റെസ്പോൺസ് തന്നേക്കാണ്. ടി ഡൊമൈനിലുള്ള ഒരു റെസ്പോൺസ്, അതായത് സി ഓഫ് ടി എന്നാണ് പറയുന്നത്. അപ്പൊ സി ഓഫ് ടിയെ നമ്മൾ ലാപ്ലേസ് എടുക്കുമ്പോഴാണ് സി ഓഫ് എസ് കിട്ടുക. അപ്പം നമുക്ക് ടി ഡൊമൈനിൽ, അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ടി ഡൊമൈനിൽ കിട്ടിയാലും എസ് ഡൊമൈനിൽ കിട്ടിയാലും നമ്മൾ അതിനെ എസ് ഡൊമൈനിൽ ഇട്ടേ ചെയ്യാറുള്ളൂ. കീ പോയിന്റ്. ഓക്കെ, സോ ഇമ്പൾസ് റെസ്പോൺസ്, ഒരു സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് e raised to minus t minus e raised to minus 2t into u of t എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. സോ നമ്മൾ ഇപ്പൊ ജസ്റ്റ് പഠിച്ചതേ ഉള്ളൂ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് റെസ്പോൺസ്. അപ്പം ലാപ്ലേസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു സി ഓഫ് എസ് ആണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇവിടെ തന്നേക്കുന്നത് സി ഓഫ് ടി ആണ്. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സി ഓഫ് ടി. അപ്പൊ എന്താണ് സി ഓഫ് ടി ഇവിടെ? e raised to minus 2t minus e raised to minus 2t u of t. u of t എന്ന് പറയുന്നത് അതിന്റെ ഇൻപുട്ട് ആണ്. സോ ഇമ്പൾസ്, അപ്പം നമുക്ക് മനസ്സിലായി u of t എന്നാണ് ഡെൽറ്റ ഓഫ് ടി എന്നല്ല u of t എന്നാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ടുണ്ട് ഇമ്പൾസ് റെസ്പോൺസ് ആണെന്ന്. അപ്പൊ ഇമ്പൾസ് റെസ്പോൺസ് ആയ സ്ഥിതിക്ക് പിന്നെ നമ്മൾ ഇൻപുട്ടിനെ പറ്റി വെറീഡ് ആവേണ്ട കാര്യമില്ല. കാരണം അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ആണ് ഇമ്പൾസിന്റെ. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഇൻപുട്ട്, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus t minus e raised to minus 2t. ഓക്കെ, അപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോമിലുള്ള ഒരു ഇക്വേഷൻ ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus at എന്ന് പറയുന്നത് 1/s plus a ആണ്. ഓക്കെ, ആ ഇക്വേഷനിലേക്ക് ഞാൻ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ലാപ്ലേസിന്റെ വലിയ വലിയ ഇക്വേഷൻസ് ഒന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല കൺട്രോൾ സിസ്റ്റത്തിലെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി. മിക്കപ്പോഴും e raised to minus t അല്ലെങ്കിൽ t into എന്നുള്ള മിക്കപ്പോഴും ആ രണ്ട് ഫോർമുലാസ് ആണ് വരാം. പക്ഷേ ഓഫ് കോഴ്സ് നിങ്ങൾ കോസ് ഡൊമൈനിലും സൈൻ ഡൊമൈനിലും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസും വരാം. അതുകൊണ്ട് എല്ലാ ഇക്വേഷൻസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus t എന്ന് പറയുന്നത് 1/s plus a ആണ്. s plus 1 ആണ്. ഇവിടെ e raised to minus t എന്ന് പറയുമ്പോൾ e raised to 1t. അപ്പം ഇവിടെ a എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ടാണ് ഫോർമുല ഇങ്ങനെയാണ്. സോ 1/s plus 1 minus 1/s plus 2. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്ത് നമ്മൾ ആൻസർ എഴുതുന്നു. അപ്പം ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുന്നതൊന്നും ആരും തെറ്റിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഫൈൻ. സോ s plus 2 minus s minus 1. ഓക്കെ, അപ്പൊ നമുക്ക് 1/s square plus 3s plus 2 അതാണ് അതിന്റെ ഉത്തരം. അപ്പൊ നിങ്ങൾ ഓപ്ഷനിൽ നോക്കുക ആ ഉത്തരം ഉണ്ടോന്ന്. ഓക്കെ, ചിലപ്പോൾ ഉത്തരം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനെ ഇപ്പൊ എക്സ്പാൻഡ് ചെയ്യാതായിരിക്കും ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ കിടക്കുക. അപ്പം നോക്കുക s plus 1 into s plus 2 എന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യം റെപ്രസെന്റ് ചെയ്തേക്കുക, അതും നോക്കുക. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ബേസിക്സ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം നോക്കാം. കുറച്ച് ഈ സബ്ജക്റ്റിന് ആവശ്യമായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ, അതായത് ടൈം ഡൊമൈനിലുള്ള ഒരു ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ അത് d raised to dq by dt of x of t അങ്ങനെയൊക്കെയാണ് പറയാ. തേർഡ് ഡൊമൈനിലാ പറയാ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമ്മൾ പഠിച്ചു ടൈം ഡൊമൈനിൽ നമ്മൾ ഒരു പ്രോബ്ലവും ചെയ്യില്ല, നമുക്ക് എസ് ഡൊമൈൻ വേണം. അപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് dq by dt ക്യൂബിന്റെ, അതായത് തേർഡ് ഡെറിവേറ്റീവിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയാണ് വരിക? ഒന്നുമില്ല. ഇപ്പൊ ക്യൂബ് ആണെങ്കിൽ എസ് ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് എസ്. അപ്പൊ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ലാപ്ലേസ് വരുമ്പോൾ എഫ് ഓഫ് എസ് വരും, എസ് ഡൊമൈനിൽ വരും. അപ്പം ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കോ. ക്യൂബ് ആണെങ്കിൽ ഇവിടെ ക്യൂബ് തന്നെ വരും, എസ് ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് എസ് മൈനസ് ഓക്കെ ഒരു ഡെറിവേറ്റീവ് പിന്നെയും കുറച്ചു, എസ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് പിന്നെയും കുറച്ചു എസ് റൈസ് ടു 1. ഓക്കെ, ഇനി ഇതിനെ കുറച്ച് ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ ഇനി എടുക്കുക. എഫ് ഡാഷ് ഓഫ് 0 മൈനസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0. പക്ഷേ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറയുമ്പോൾ അൺലെസ് ആൻഡ് അതർവൈസ് മെൻഷൻ, ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറയുമ്പോൾ മെൻഷൻ ചെയ്യില്ല. കാരണം ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ കേസിൽ ഇനിഷ്യൽ കണ്ടീഷൻസ് നമ്മൾ 0 എടുക്കുക. 0 ഇനിഷ്യൽ കണ്ടീഷൻ ആണ്. അപ്പം എഫ് എഫ് അപ്പം നമ്മളൊരു പർട്ടിക്കുലർ ടൈം ഡൊമൈനിൽ എടുത്തു കഴിഞ്ഞാൽ 0 1 2 3 എന്ന് റൈറ്റ് സൈഡിലേക്ക് പോകും. 0 -1 -2 -3 എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്കും പോകും, പോസിറ്റീവിലേക്കും പോകും, നെഗറ്റീവിലേക്കും പോകും. പക്ഷേ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താ പറയാ? 0 കണ്ടീഷനിലുള്ളത് നമുക്ക് വേണ്ട. സോ അങ്ങനെ വരുമ്പം എഫ് ഓഫ് 0 എഫ് ഡാഷ് ഓഫ് 0 എഫ് ഡബിൾ ഡാഷ് 0 ഒക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്യണം. അതൊന്നും നമ്മൾ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ അതൊന്നും എടുക്കില്ല. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ എങ്ങനെയാണ് ഫോർമുല?
എസ് ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് എസ് മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എസ് റൈസ് ടു 1 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0. അപ്പം ഇവിടെ ഇപ്പൊ എസ് റൈസ് ടു 4 ആണെങ്കിൽ എസ് റൈസ് ടു 4 എസ് ക്യൂബ് എസ് സ്ക്വയർ, അപ്പൊ ഇവിടെ ലാസ്റ്റ് വരുമ്പം എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 വരും. തേർഡ് ഡെറിവേറ്റീവ് വരും. ഓക്കെ ഓക്കെ. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 0 ഓഫ് ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത്, അപ്പൊ ഈ പർട്ടിക്കുലർ എഫ് ഓഫ് ഇപ്പൊ ഇതിപ്പം ഇപ്പൊ എന്താണ്, ഇപ്പൊ ഇ റേസ് ടി ആണെങ്കിൽ അതിന്റെ ലാപ്ലേസ് എടുക്കുക, 1 + S1 എടുക്കുക, എന്നിട്ട് അതിനെ ബൈ എസ് ചെയ്യാം. അപ്പം ഇന്റഗ്രൽ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ ലാപ്ലേസ് എന്ന് പറയുന്നത് ബൈ എസ് ആയിരിക്കും. ഓക്കെ, ശരിക്കും ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്, ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് ഫെമിലിയർ ആവുക എന്നുള്ളതാണ്. ഓക്കെ, ഡോണ്ട് ബൈ ഹാർട്ട്, ബിക്കം ഫെമിലിയർ എന്നുള്ളതാണ് ഇതിലെ ലാപ്ലേസിന്റെ ഫോർമുലാസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് നിങ്ങൾ അതിന്റെ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എഫ് ഓഫ് എസ് പ്ലസ് എ. അതൊരു ഫോർമുല. ഓക്കെ, ഇനി ലാപ്ലേസിന്റെ ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യനിൽ ലാപ്ലേസ് ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ മാത്സിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. ടി ഇൻറ്റു എഫ് ഓഫ് ടി. ഓക്കെ, ഇ റേസ് ടു എൻ ആണെങ്കിൽ എങ്ങനെ വരും? അപ്പൊ നമുക്ക് എന്ത് ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും? -1 the whole raised to n into d by ds of whole raised to n into f of s. ഈ ഫോർമുലാസ് ആക്ച്വലി നിങ്ങൾക്ക് പ്രോബ്ലംസിൽ വരാറുണ്ട്. ഇപ്പം ക്വസ്റ്റ്യൻ എടുത്തുള്ള ആൾ വിചാരിക്കുക ഓക്കെ തേർഡ് ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചാൽ, പക്ഷെ അയാൾക്ക് ജസ്റ്റ് എടുത്തിട്ട് ചോദിക്കാനേ പറ്റുള്ളൂ. നമ്മളപ്പോ അവിടെ നമുക്ക് അറിയാണ്ട് വരരുത്, ഇതാണ് അതിന്റെ ഫോർമുല, അത്രേ ഉള്ളൂ കാര്യം. അയാൾ വിചാരിക്കുക കുറച്ച് പാടാക്കിയിട്ട് ഇന്റഗ്രൽ ഇട്ട് ചോദിച്ചാലാണ്. അപ്പം ഒന്നുമില്ല, ബൈ എസും കൂടെ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഇനിഷ്യൽ വാല്യൂ തിയറോ ഫൈനൽ വാല്യൂ തിയറോ ആണ്. അപ്പൊ നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഫൈൻഡ് ദ ഫൈനൽ വാല്യൂ ഓഫ് ദ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതും നമ്മൾ എസ് ഡൊമൈനിലാ ചെയ്യാം. അപ്പൊ എന്താണ് ലിമിറ്റ് ടി ടെൻഡിങ് ടു 0. ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി 0, ഫൈനൽ വാല്യൂ എന്ന് മനസ്സിലായി ഇൻഫിനിറ്റി ടൈം ഡൊമൈനിൽ. പക്ഷെ നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിന്റെ പ്രോബ്ലം അല്ല, നമ്മൾ എസ് ഡൊമൈനിലേ ചെയ്യുള്ളൂ. എസ് ഡൊമൈനിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ലിമിറ്റ് എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആയിരിക്കും. അപ്പം ലിമിറ്റ് ടി ടെൻഡിങ് ടു 0 എഫ് ഓഫ് ടി എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. ഓക്കെ, അതാണ് ഇനിഷ്യൽ വാല്യൂ. അപ്പം ടി ഡൊമൈനിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇനിഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? എസ് ഇൻറ്റു അതിന്റെ ആ ഫംഗ്ഷന്റെ ലാപ്ലേസ് എടുക്കുക, എന്നിട്ട് എസിനെ ഇൻഫിനിറ്റി, എസ് ഷുഡ് ബി ഗിവൺ ഇൻഫിനിറ്റി. അതാണ് ഇനിഷ്യൽ വാല്യൂ. ഫൈനൽ വാല്യൂ എന്ന് പറയുമ്പോൾ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ലിമിറ്റ് ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻഡിങ് ടു 0 എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. അപ്പം ഇൻറ്റു എസ് ചെയ്യാൻ മറക്കരുത്. ഇൻറ്റു എസ് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1/∞എന്നോ അങ്ങനെയൊക്കെ ഉള്ള നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ നിങ്ങൾ എസ് കൊണ്ട് ചില താഴെയുള്ള എസുമായിട്ട് കട്ടായി പോവുള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ തൽക്കാലം ഇനിഷ്യൽ വാല്യൂ തിയറവും ഫൈനൽ വാല്യൂ തിയറും ഇതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇതൊക്കെ ബിടെക്കിനൊക്കെ പഠിച്ചിട്ടുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. ബട്ട് സ്റ്റിൽ അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ലിസൺ ഹിയർ. സോ ഇനിഷ്യൽ വാല്യൂ തിയറും ഫൈനൽ വാല്യൂ തിയറും. ഓക്കെ, ഇനി ചില ലാപ്ലേസ് ട്രാൻസ്ഫോം പെയർസ് ഉണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് പെയറിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലാപ്ലേസ് ട്രാൻസ്ഫോം യൂണിറ്റ് ഇമ്പൾസ് ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം, അപ്പൊ ഡെൽറ്റ ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1. സ്റ്റെപ്പിന്റെ എന്താണ്? യു ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s. അപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്താണ്? 1/s². അപ്പൊ നിങ്ങള് ഫോർമുല ഒന്നും പഠിക്കാൻ പോകരുത്. ടി എന്ന് പറഞ്ഞാൽ 1/s². ഓക്കെ, യു നോ ഇറ്റ്, യു ആർ ഫെമിലിയർ. അപ്പം ടി റേസ് ടു n എങ്ങനെ വരും? n ഫാക്ടോറിയൽ ബൈ s റേസ് ടു n + 1. അപ്പം ടി എന്ന് പറയുമ്പോൾ ടി റേസ് ടു 1 ആണ്. അപ്പൊ 1 ഫാക്ടോറിയൽ ബൈ s റേസ് ടു 1 + 1. അതാണ് ടി റേസ് ടു n. അപ്പൊ ടി റേസ് ടു n പഠിച്ചു വെച്ചാൽ t³ t4 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുഷ്പം പോലെ ആൻസർ ചെയ്യാം. ഓക്കെ, പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇ റേസ് ടു -80. ഇപ്പൊ നമ്മൾ മുമ്പ് ഒരു പ്രോബ്ലം കണ്ടില്ലേ? നിങ്ങൾക്ക് ഇ റേസ് ടു -t ലാപ്ലേസ് എന്താണ്? 1/s + 1. ഇ റേസ് ടു -80യുടെ 1/s + 1. ശരിക്കും നിങ്ങൾക്ക് ഞാൻ പ്രോബ്ലം ആദ്യം ചെയ്യിച്ചത് ശരിക്കും നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ വരാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഇങ്ങനെ തിയറി പഠിച്ചിട്ടൊക്കെ ഈ തിയറി പഠിച്ചു അതിന്റെ പ്രോബ്ലം ചെയ്തു. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ളത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. ബട്ട് സ്റ്റിൽ പ്രോബ്ലം കഴിഞ്ഞാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ ഓക്കെ, നോക്കാം. ഇനി നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി നമ്മൾ പഠിച്ചു, ലാപ്ലേസ് ട്രാൻസ്ഫോം ഇ റേസ് ടു -80 പഠിച്ചു.
ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് 8 എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇ റേസ് ടു മൈനസ് 8 ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു 1 പ്ലസ് എസ് പ്ലസ് എ. പക്ഷെ അതിന്റെ കൂടെ ഒരു ടിയും കൂടെ ഉണ്ട്. ടി വന്നാൽ എന്താണ്? 1/s² ആണ്. അപ്പൊ എന്താണ് 1/s+a ഹോൾ സ്ക്വയർ? ഓക്കെ, ഈ ഫോർമുലാസ് ഒക്കെ നിങ്ങൾക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഉള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ദാറ്റ്സ് വൈ ഐ ആം ഡിസ്കസിങ് ഓൾ ദീസ്. ഇനിയുള്ള ഫോർമുല എന്ന് പറയുന്നത് ടി റൈസ് ടു n. അപ്പൊ നമ്മൾ ടി കണ്ടു. ഇനി ടി റൈസ് ടു n വരുമ്പോൾ എന്താണ്? n+1. മുമ്പ് ഈ ഇക്വേഷനിൽ ടി റൈസ് ടു 1 ആയിരുന്നു. സോ 1 + 1 2 എന്ന് നമ്മൾ എഴുതി. ടി റൈസ് ടു n ഇൻറ്റു യു റൈസ് മൈനസ് 8 എന്ന് പറയുന്നത് 1/s+a ഇൻറ്റു n+1. ഓക്കെ, ഇനി സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് ω/s² + ω² ആണ്. കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് s/s² + ω² ആണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. സൈൻ ഒമേഗ ടി ആണെങ്കിൽ ന്യൂമറേറ്ററിൽ ഒമേഗ ആയിരിക്കും, കോസ് ആണെങ്കിൽ ന്യൂമറേറ്ററിൽ എസ് തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പം വാല്യൂസിൽ ഒരുപാട് വ്യത്യാസം വരും. ഇപ്പൊ കോസ് വെച്ചിട്ടുള്ള ഒരു ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ എസ് ഇൻറ്റു ഫൈനൽ വാല്യൂ s² ആയി. സോ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. ഓക്കെ, ഇനി ഇ റേസ് ടു മൈനസ് 8. ഇപ്പൊ ഇ റേസ് ടു മൈനസ് 8 വന്നാൽ നിങ്ങൾക്ക് അറിയാം എസ് എന്നുള്ളത് s+a ആവും. ഓക്കെ, സോ ω/s+a ഹോൾ സ്ക്വയർ ആയിരിക്കും ഇ റേസ് ടു മൈനസ് 8 സൈൻ ഒമേഗ ടി. ഇനി കോസ് ഒമേഗ ടി, ഇ റേസ് ടു മൈനസ് 8 കോസ് ഒമേഗ ടി എന്ന് പറയുമ്പോൾ എസ് മുകളിലുണ്ട്. അപ്പൊ എവിടൊക്കെ എസ് ഉണ്ടോ അതെല്ലാം s+a ആയി. ദാറ്റ്സ് ഇറ്റ്. സോ s+a ഹോൾ സ്ക്വയർ. അത് നമ്മൾ അങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനി ഒരു നെക്സ്റ്റ് പ്രോബ്ലം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ. ഇപ്പം സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ നമ്മളിപ്പോ കുറെ നേരം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. d²y-ഉം d²t-യും അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അതൊന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എന്താണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ d²y/dt² plus dy/dt is equal to du/dt. അപ്പം ഓക്കെ, du/dt plus t2u. അതിൽ u എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ്, y എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്. അപ്പം എന്ത് ഇൻപുട്ട് ആണ്, എന്ത് ഔട്ട്പുട്ട് ആണ്, സ്റ്റെപ്പ് റാമ്പ് അതൊന്നും പറയുന്നില്ല. അതിന്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല. നമുക്കിവിടെ ജസ്റ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ടി ഡൊമൈനിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? അതിനെ നമ്മൾ എസ് ഡൊമൈനിലേക്ക് മാറ്റും. അപ്പം d²y/dt²ന്റെ എസ് ഡൊമൈൻ എങ്ങനെയാണ്? s² × y plus s × y. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. d²y/dt² നമ്മൾ s² × y എന്ന് മാത്രം എഴുതിയാൽ മതി. മൈനസ് s × f'(0) ഒന്നും എഴുതേണ്ട കാര്യമില്ല. കാരണം ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ സീറോത്തിലുള്ള ടൈം ഈസ് ഈക്വൽ ടു 0 വരുന്ന അല്ലെങ്കിൽ s ഈസ് ഈക്വൽ ടു 0 വരുന്ന എല്ലാ ക്വാണ്ടിറ്റീസും 0 ആണ്. ഇറ്റ് ഇസ് 0. അപ്പം ഇതെല്ലാം ഇവൻച്വലി ഇതെല്ലാം ക്യാൻസൽ ആയി പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ s² × y എന്ന് മാത്രം എഴുതുന്നത്. ബാക്കി മൈനസ് ടേംസ് എല്ലാം ക്യാൻസൽ ആയി പോകും ബിക്കോസ് ഓഫ് 0 ഇനിഷ്യൽ കണ്ടീഷൻ. സോ s² × y plus s × y is equal to s × u plus 2 × u. എല്ലാത്തിനും ലാപ്ലേസ് അങ്ങ് എടുത്തു. അപ്പം ഡെറിവേറ്റീവ് ആയിട്ടുള്ളതിനെ ഇൻറ്റു എസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. സോ s × u. ഓക്കെ, നമ്മൾ കോമൺ എടുത്തു. y എന്ന് പറയുന്നത് s² plus s, കോമൺ എടുത്തു. സോ y u എന്ന് പറയുന്നത് s+2/s² + s. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട്. അപ്പൊ ഔട്ട്പുട്ട് എന്താണ്? y. സോ y എന്ന് പറയുന്നത് s+2/s² + s. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇപ്പൊ ഞാൻ പഠിപ്പിച്ച രണ്ട് പ്രോബ്ലവും നിങ്ങൾക്ക് ബൈ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ലാപ്ലേസിന്റെ ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡെറിവേറ്റീവ് വരുമ്പോൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിനെക്കാളും കുറച്ചും കൂടെ ലെവല് കൂടിയൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഏതൊരു എക്സാം എടുത്താലും 20% ക്വസ്റ്റ്യൻസ് എളുപ്പവും 20% ക്വസ്റ്റ്യൻസ് പാടും, ബാക്കി 60% മീഡിയം ആയിരിക്കും. അങ്ങനെ ഒരു ഇതിലാണ് എടുക്കുക. അപ്പൊ ഇതൊക്കെ പാടുള്ള ക്വസ്റ്റ്യൻസിൽ വരാം. കാരണം പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നല്ല, ഇതിലൊക്കെ കുറച്ച് ചിന്തിക്കാനുണ്ട്. ഓക്കെ, what is the unit impulse response of the system shown in figure? അപ്പം t greater than 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. greater than or equal to 0. അപ്പൊ നെഗറ്റീവിലൊന്നും നമുക്ക് പോകണ്ട. ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻപുട്ട് r(s) ഉണ്ട്. ഇതാണ് സിസ്റ്റം. ഇത്രയും ഉണ്ട് സിസ്റ്റത്തിൽ. എസ് ഡൊമൈനിൽ തന്നെ തന്നേക്കാം, നമുക്ക് സൗകര്യം. സോ ഔട്ട്പുട്ട് c(s).
So we know transfer function is equal to C of S by R of S is equal to 1 by S into S plus 1. അപ്പം C of S by R of S എന്ന് പറയുന്നത് നമ്മുടെ നടക്കുള്ള അതിനൊരു പേരൊക്കെ ഉണ്ട്, അത് നമ്മൾ പിന്നെ വരും. ഇപ്പൊ ഇങ്ങനെ പഠിച്ചാൽ C of S by R of S എന്ന് പറഞ്ഞാൽ 1 by S into S plus 1. ഓക്കെ, ഇനി നിങ്ങളുടെ മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, നിങ്ങൾ ഇത് ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ 3 പ്രോബ്ലം തന്നെ സെലക്ട് ചെയ്തത്. മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് എന്തറിഞ്ഞുകൂടാ, ലാപ്ലേസിൽ നിങ്ങൾക്ക് എന്തറിഞ്ഞുകൂടാ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ 3 ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തത്. അപ്പം ലാപ്ലേസിൽ ഫോർമുലാസ് ഡൗട്ട് ഉള്ളവർ അത് എടുത്തിട്ട് എഴുതി നിങ്ങളുടെ സൈറ്റിൽ തന്നെ വെച്ചേക്കാം. കൺട്രോൾ സിസ്റ്റത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഈ ഫോർമുലാസ് റെഡി ആയിട്ട് കൈ വെച്ചേക്കാം. അങ്ങനെ നിങ്ങൾ ചെയ്ത് ഫോർമുല നിങ്ങൾക്ക് ഫെമിലിയർ ആവും. ഇത് വേറൊരു മെത്തേഡാണ്. ഓക്കെ, ഇത് നമ്മൾ മാത്തമാറ്റിക്സ് ഐ തിങ്ക് സെം 2-ലൊക്കെ ബിടെക്കിന്റെ സെം 2-ലുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് 1 by S into S plus 1 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം, പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. പലരും പല മെത്തേഡാണ് യൂസ് ചെയ്യുക. ഇത് എന്റെ മെത്തേഡാണ്. ഓക്കെ, എന്റെ മെത്തേഡല്ല, ഞാൻ പണ്ട് മുതൽ ചെയ്യാറുള്ള മെത്തേഡാണ്. നമ്മൾ സ്കൂളിലും പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സ്കൂൾ ലെവൽ. ഓക്കെ, 1 by S into S plus 1 നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? നമ്മൾ ആദ്യം വരെ A by S plus B by S plus 1 എന്ന് എഴുതും. സോ 1 by S into S plus 1 അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഡിനോമിനേറ്റർ ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 1 is equal to A into S plus 1 plus BS. അപ്പൊ നമുക്കറിയാം ഒരിടത്ത് S is equal to 0 എന്ന് കൊടുക്കാൻ പറ്റും എന്നറിയാം, ഒരിടത്ത് S is equal to -1 ആണെന്ന് അറിയാം. ആദ്യം നമ്മൾ S is equal to 0 കൊടുത്തു. S is equal to 0 കൊടുത്തപ്പോൾ ഈ ടേം അങ്ങ് പോയി. അപ്പൊ A equal to 1 കിട്ടി. S is equal to -1 കൊടുത്തു. അപ്പം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾ 0 കൊടുത്തത്? ബിക്കോസ് ഇവിടെ A by S ആയുണ്ട്. അപ്പൊ 0, S is equal to 0. ഇവിടെ എന്താണ്? S is equal to -1. അപ്പൊ S is equal to 0 കൊടുത്തപ്പോൾ A equal to 1 കിട്ടി. S is equal to -1 കൊടുത്തപ്പോൾ B is equal to -1 കിട്ടി. ഓക്കെ, അപ്പം നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാനുള്ള 2-3 പ്രോബ്ലംസ് എടുത്ത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇതൊക്കെ മാത്തമാറ്റിക്സ് ആണ്. ഞാൻ ഓക്കെ, ഇതാണ് ആ മെത്തേഡ്. 1-2 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോറി, ഇവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ എഴുതിയപ്പോൾ കിട്ടിയില്ല. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 1 by S into S plus 1 ഈസ് ഈക്വൽ ടു, അപ്പൊ നമ്മൾ 1 by S into S plus 1 എങ്ങനെ മാറ്റി? A എന്നുള്ളത് 1 ആണെന്ന് കണ്ടുപിടിച്ചു, B എന്നുള്ളത് -1 ആണെന്ന് കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ച? ഇതാണ് മെത്തേഡ്. ഓക്കെ, വലിയ തലയൊന്നും ഉപയോഗിക്കേണ്ട, ഇതാണ് മെത്തേഡ്. ഫോളോ ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, അപ്പൊ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 by S minus 1 by S plus 1 എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇമ്പൾസ് റെസ്പോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. അപ്പൊ ഇവിടെ നമുക്കൊന്ന് തിരിച്ചു ചിന്തിക്കാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ കയ്യിലുണ്ടെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കാൻ അതിന്റെ ലാപ്ലേസ് ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. അതായത് ടൈം ഡൊമൈനിലുള്ളതിനെ ലാപ്ലേസ് എടുക്കുമ്പോൾ S ഡൊമൈനിൽ കിട്ടും, S ഡൊമൈനിലുള്ളതിനെ ഇൻവേഴ്സ് എടുത്താൽ ടൈം T ഡൊമൈനിൽ കിട്ടും. അപ്പം 1 by S ന്റെ ലാപ്ലേസ് എന്താ വരിക? ലാപ്ലേസ് ഇൻവേഴ്സ് എന്താ വരിക? U of t. I'll show you. Okay, 1 by S ന്റെ ലാപ്ലേസ്, അപ്പൊ അതിന്റെ ഇൻവേഴ്സ് എന്താണ്? U of t. ഓക്കെ, U of t. U of t. So 1 by S plus 1 എങ്ങനെയാ വരിക? E raised to minus t into U of t. ഇതാ ഇപ്പൊ പഠിപ്പിച്ചാ നിങ്ങളെ ഓൾറെഡി. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ U of t into 1 by E raised to minus t. സോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആണ് അതിന്റെ വാല്യൂ. U of t is equal to 1 ആണ് സ്റ്റെപ്പ് ഇൻപുട്ടിന്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇവിടെ U of t കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരില്ല, ഓപ്ഷനിൽ ഇതിനുണ്ടാവും. സോ 1 minus E raised to minus t ആണ് അതിന്റെ ആൻസർ. സോ ഇതുവരെ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു, അതിൽ ഇമ്പൾസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പഠിച്ചു, ലാപ്ലേസ് ട്രാൻസ്ഫോം അതിന്റെ ഇക്വേഷൻസ് പഠിച്ചു. ഇനി 2-3 പ്രോബ്ലംസും സോൾവ് ചെയ്ത് നോക്കി. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് അറിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ അറിയണം, ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഡെറിവേറ്റീവിലുള്ള ഇക്വേഷൻസ് അറിയണം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഇൻപുട്ട് R of S, ഔട്ട്പുട്ട് C of S. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി.
സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ എഴുതും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട്. അപ്പം സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എന്ന് പറയുന്നത് 1/s × s+1 അതാണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സിസ്റ്റമാണ്. അപ്പം അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് അപ്പൊ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ടി ഡൊമൈനിലോട്ടൊന്നും മാറ്റാൻ പറ്റില്ല. ഈ 1/s × s+1 ലാപ്ലേസ് ഇൻവേഴ്സ് ഒന്നും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. അതെങ്ങനെ ചെയ്യും? അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 1/s ഇത് മാത്തമാറ്റിക്സ് ആണ്. 1/s × s+1 നമ്മൾ a/s പ്ലസ് b/s+1 എന്ന് റെപ്രസെന്റ് ചെയ്തു. എന്നിട്ട് അതിൽ എയുടെ വാല്യൂ ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. സോ 1/s × s+1 എന്ന് പറയുന്നത് ഇനി ഇവിടെ എന്താ? ഇനി ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. a × s+1 പ്ലസ് b × s ബൈ s × s+1. ഓക്കെ, എസ് ഇതും നമ്മൾ സെയിം ആയിട്ട് നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ട് 1 = a × s+1 പ്ലസ് ഇതൊരു മെത്തേഡാണ്. ഇതിലും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ എയുടെ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എനിക്ക് നോക്കി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇനി കൺവേ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അപ്പം s = 0 കൊടുത്തു കഴിഞ്ഞാൽ എയുടെ വാല്യൂ 1 കിട്ടും. s = 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം ക്യാൻസൽ ആയി പോയി. a = 1. s = അതായത് ഡിനോമിനേറ്റർ വരുന്നത് =0 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ s = 0, s = -1 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. അപ്പം ട്രാൻസ്ഫർ ഫംഗ്ഷൻ 1/s × s+1 എന്ന് കിട്ടിയതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/s - 1/s+1 എന്ന് എഴുതാം. ഓക്കെ, സോ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടിയാൽ ഇമ്പൾസ് റെസ്പോൺസ് എങ്ങനെ കിട്ടും? ലാപ്ലേസ് ഇൻവേഴ്സ് എടുത്താൽ മതി. ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തേ? ഇമ്പൾസ് റെസ്പോൺസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു. തിരിച്ചാണെങ്കിലോ ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കുക. അപ്പൊ 1/s നമുക്ക് തന്നിരിക്കുന്നത് 1/s ആണ്. നമുക്ക് അതിന്റെ ടി ഡൊമൈൻ ആണ് വേണ്ടത്. അപ്പൊ ഇൻപുട്ട് എന്താണ്? u(t). അത് നമ്മൾ ഇവിടെ എഴുതി u(t). അടുത്ത എന്താണ്? e⁻t കൂടെ ഉണ്ട്. സോറി, s+1 ഉണ്ട്. 1/s മാത്രമല്ല 1/s+1 ഉണ്ട്. നമ്മൾ എപ്പോഴാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ s+1 വരിക? ടി ഡൊമൈനിൽ e⁻t ഉണ്ടെങ്കിൽ. അങ്ങനല്ല നമ്മൾ ഫോർമുലയിൽ പഠിച്ചത്. e⁻t ഉണ്ടെങ്കിൽ 1/s+a ആണ്. ഓക്കെ, സോ നമുക്ക് ആ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ 1/s+1 ആണുള്ളത്. സോ 1/s+1 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതും? e⁻t എഴുതും. e⁻t എഴുതും. സോ u(t) എന്ന് പറയുന്നത് 1 - e⁻t. ക്ലിയർ ആയോ? u(t) × 1 - e⁻t. u(t) കോമൺ എടുത്തു. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുല, ലാപ്ലേസ് ഇൻവേഴ്സിന്റെ ഫോർമുല, ഇതൊക്കെ ഇഫ് യു ആർ ഫെമിലിയർ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കൺട്രോൾ സിസ്റ്റം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് കൺട്രോൾ സിസ്റ്റം തുടങ്ങുന്നത് ഒരു 2 minutes ബ്രേക്ക്. ഓക്കെ, ഒഡിബിൾ അല്ല, ഞാൻ കണ്ടിന്യൂ ചെയ്യാലോ? കേൾക്കാമോ? ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി കൺട്രോൾ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ. കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ ഓക്കെ ഇപ്പം ശരിക്കും നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് കയറാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ അതിന് മുമ്പ് തന്നെ 2-3 മാർക്ക് PSCക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിങ്ങൾ ചെയ്തു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, മൊത്തം കൺട്രോൾ സിസ്റ്റത്തിൽ 10 ക്വസ്റ്റ്യനല്ലേ ചോദിക്കുള്ളൂ. നമുക്ക് എവിടെ നിന്ന് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ഒരു 2-3 മാർക്സ് വേണേൽ നമുക്ക് പറയാം. ഇനി നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കൺട്രോൾ സിസ്റ്റം ആണ്.
കൺട്രോൾ സിസ്റ്റത്തിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഒന്ന് ഓപ്പൺ ലൂപ്പ് സിസ്റ്റവും ക്ലോസ് ലൂപ്പ് സിസ്റ്റവും. നിങ്ങൾ പണ്ട് പോലെ പഠിക്കുന്നതാണ്. ഓപ്പൺ ലൂപ്പ്, ക്ലോസ് ലൂപ്പ്, ട്രാഫിക് സിഗ്നൽ അവിടെ അതുണ്ടെങ്കിൽ കൺട്രോൾ ഉണ്ടെങ്കിൽ ക്ലോസ് ലൂപ്പ്, ഇല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ കൺട്രോൾ സിസ്റ്റം ഓപ്പൺ ലൂപ്പ് സിസ്റ്റവും ക്ലോസ് ലൂപ്പ് സിസ്റ്റവും. ഇനി ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഫീഡ്ബാക്ക് ഒന്നും ഇല്ലെങ്കിൽ, there is no feedback or no information about the control, അതിനെ നമ്മൾ പറയും ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഓക്കെ, ഫീഡ്ബാക്ക് ഒന്നും ഇല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഓക്കെ, ഇത് ഓപ്പൺ ലൂപ്പിന്റെ പോയിന്റ്സ് ആണ് കേട്ടോ. നമ്മൾ PPT ആക്കിയപ്പോൾ കൺഫ്യൂഷൻ വരണ്ട. ഓപ്പൺ ലൂപ്പ് ഫീഡ്ബാക്ക് ഇല്ല, അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ ഓപ്പൺ ലൂപ്പിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു? അത് ഒരു ഔട്ട്പുട്ടും ഇൻപുട്ടും. ഓക്കെ, റെഫറൻസ് ഔട്ട്പുട്ട്, റെഫറൻസ് ഇൻപുട്ട്, ഔട്ട്പുട്ട്, കൺട്രോൾ ഔട്ട്പുട്ട്. അപ്പൊ ഇവിടെ ഒരു കൺട്രോളർ ഉണ്ടാവും, പ്രോസസ്സർ, ഒരു പ്രോസസ്സർ നടക്കും, ഒരു സിസ്റ്റം. ഇതാണ് നമ്മുടെ സിസ്റ്റം. പക്ഷേ ഫീഡ്ബാക്ക്, ഔട്ട്പുട്ട് ഇതൊന്നും ഫീഡ്ബാക്ക് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ പറയും ഓപ്പൺ ലൂപ്പ്. ഇതിൽ പറയുന്ന ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. The reference input controls the output through a control action process. Okay. അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ടിനെ കൺട്രോൾ, അപ്പൊ നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നോ അത് ഏകദേശം ഔട്ട്പുട്ടിൽ അങ്ങ് കിട്ടും. അപ്പം ഔട്ട്പുട്ടിന്റെ ബലം എന്ന് പറയുന്നത് ഇൻപുട്ട് എന്താണോ അത് അതിനെ ബേസ് ചെയ്തിരിക്കും ഔട്ട്പുട്ട്. കാരണം നമ്മൾ വേറെ കൺട്രോൾ ഒന്നും ഇല്ല, ഫീഡ്ബാക്ക് ചെയ്തോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ഇനി പറയുന്നത്. ഔട്ട്പുട്ട് ഹാസ് നോ എഫക്ട് ഓൺ ദ കൺട്രോൾ ആക്ഷൻ. Such a system is called open loop control system. The output has no effect on the control action. Such a system is called open loop control system. Okay. അതായത് ഔട്ട്പുട്ട് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദ, ഇത് ഇൻപുട്ട് ആണ്, ഇത് അവിടെ ഔട്ട്പുട്ട് എന്നല്ല, ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. ഔട്ട്പുട്ട് ഇസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദ ഇൻപുട്ട്. ഓക്കെ, ദിസ് ഇസ് ഇൻപുട്ട്. ഔട്ട്പുട്ട് ഇസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദ ഇൻപുട്ട്. അപ്പം ദർ ഇസ് നോ കൺട്രോൾ ആക്ഷൻ, അതായത് ഫീഡ്ബാക്ക് ഇല്ല. അപ്പം ഓപ്പൺ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത് ഫീഡ്ബാക്ക് ഇല്ല. ഓക്കെ, ഇനി ഓപ്പൺ ലൂപ്പ്, നിങ്ങൾ ഓപ്പൺ ലൂപ്പിൽ ഈ ഡയഗ്രാം, ഈ ഫിഗർ, ഈ ഒരു റെപ്രസെന്റേഷനും പിന്നെ അതിൽ ഫീഡ്ബാക്ക് ഇല്ല. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി, അത് നിങ്ങൾ ഓർക്കുക. ഇനി നിങ്ങൾക്ക് PSC എക്സാംസിന് ചോദിക്കാം അവർക്ക്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഞാൻ ക്ലോസ് ലൂപ്പിൽ എത്തിയില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഫറൻസും കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഒന്നും ഉണ്ടാവില്ല. ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നോ അത് ഔട്ട്പുട്ടിൽ കിട്ടും. അതാണ് ഓപ്പൺ ലൂപ്പ്. അതായത് ലൂപ്പ് ഇല്ല, ഓപ്പൺ ആണ്, ലൂപ്പ് ഓപ്പൺ ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അതായത് എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യുന്നു എന്നൊന്നും നമുക്ക് അറിയില്ല. ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ടിൽ അവിടെ പോയി നിൽക്കുക, ഔട്ട്പുട്ട് കിട്ടും. അല്ലാതെ ഇടയ്ക്ക് ഒരു പരിപാടി നമുക്കില്ല, സിസ്റ്റത്തിനില്ല. അതാണ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഓക്കെ, അതായത് റെഫറൻസ് ഇൻപുട്ട് എന്ത് കൊടുക്കുന്നോ അതാണ് ഔട്ട്പുട്ടിൽ കിട്ടുക. ക്ലിയർ ആയോ? ഓക്കെ, സോ ഔട്ട്പുട്ട് ഇസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദ ഇൻപുട്ട് എന്നാണ്. ഓക്കെ, ഇത് എഴുതിയിരിക്കുന്നത് ഇൻപുട്ട് എന്നാണ്, തെറ്റിപ്പോയതാണ്. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. അഡ്വാൻറ്റേജ് എന്താണ്? സിമ്പിൾ കൺസ്ട്രക്ഷൻ, ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു. സോ സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് ഡിസൈൻ, ഇക്കണോമിക്കൽ ആണ്, വേറെ വലിയ പരിപാടിയൊന്നുമില്ല, ഇക്കണോമിക്കൽ ആണ്, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. സ്റ്റെബിലിറ്റി, ഇൻസ്റ്റേബിൾ ആവുമെന്ന് വിചാരിക്കണം, നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്ന ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ആക്യുറസി ഒന്നും ഉണ്ടാവില്ല, അതാണ് പ്രശ്നം. കൺവീനിയന്റ് ടു യൂസ് വെൻ ഔട്ട്പുട്ട് ഇസ് ഡിഫിക്കൽട്ട് ടു മെഷർ. ആ കേസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അഡ്വാൻറ്റേജസ് ആണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന്റെ. പക്ഷെ എന്താണ് ഡിസഡ്വാൻറ്റേജ്? ആക്യുറസി ഇല്ല, റിലയബിൾ അല്ല. ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇൻപുട്ട്. നമുക്ക് ഇടയ്ക്ക് അത് കൺട്രോൾ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇപ്പൊ നമ്മൾ 1000 ഡിഗ്രി സെൽഷ്യസ് ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ ഔട്ട്പുട്ടിൽ അത് തന്നെ കിട്ടും. നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പം ഇത്ര ലെവലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടുക, അല്ലെങ്കിൽ ഇതിന് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ വേറൊരു ലൂപ്പിലേക്ക് വിടുക, അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്ത് ഇൻപുട്ടിൽ കൊടുക്കുന്നു അത് ഔട്ട്പുട്ടിൽ കിട്ടും. അതാണ് ഓപ്പൺ ലൂപ്പ്. അപ്പം
ഇന്റേണൽ ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല, അപ്പൊ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാവാം. പിന്നെ കാലിബ്രേഷൻസ് റിക്വയർഡ് എവറി ടൈം. കാലിബ്രേഷൻ എന്താണ്? നമ്മുടെ ഇപ്പം ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ മൾട്ടിമീറ്ററും അങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ, വെൽഡിങ് മെഷീനൊക്കെ ആണെങ്കിലും നമ്മൾ എപ്പോഴും നമ്മൾ അതിനെ കാലിബ്രേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. കാരണം അതിൽ നമുക്ക് ഔട്ട്പുട്ട് ആക്യുറേറ്റ് അല്ലെങ്കിൽ ഭയങ്കര നമ്മുടെ എൻ്റെ സിസ്റ്റം നമ്മൾ അതുകൊണ്ട് അത് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന സിസ്റ്റംസ് എല്ലാം ഫെയിൽ ആയി പോകും. അപ്പം നമ്മൾ എപ്പോഴും കാലിബ്രേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം, ക്ലോസ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ജസ്റ്റ് നിങ്ങളത് വായിക്കുക. സിമ്പിൾ പോയിന്റ്സ് ആണ്. ചിലപ്പോൾ അവർക്ക് ചോദിക്കാം, PSC എവിടെ നിന്നൊക്കെയാ ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിലേക്കാണ്. ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, output has an effect on the control action through a feedback. Okay, feedback എത്തി. ഓക്കെ, ഇനിയുള്ള ടോപ്പിക്സ് കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അതാണ് കൺട്രോൾ സിസ്റ്റം. ഇനി പറയുന്ന ടോപ്പിക്സ് കൺട്രോൾ സിസ്റ്റം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഇൻ എ ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, output has an effect on control action through a feedback. റെഫറൻസ് ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. പക്ഷെ ഔട്ട്പുട്ടിന് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഈ ഫിഗർ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളൂ. ഇൻപുട്ട് എവിടെയാണ് കൊടുക്കുക? എറർ. E(t) എന്ന് പറഞ്ഞാൽ എറർ സിഗ്നൽ. എറർ സിഗ്നൽ എവിടെയാണ് വന്നത്? ഇപ്പൊ തന്നെ ക്ലിയർ ആക്കിക്കോ ഇതൊക്കെ എവിടെയാ വരുന്നത്. കാരണം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഡാമ്പിംഗ് കോൺസ്റ്റന്റും എന്താണ് ടൈം റെസ്പോൺസ് ഒക്കെ പഠിക്കുമ്പോൾ എററിനെ പറ്റിയൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ എവിടെയാണ് എറർ നമ്മൾ മാർക്ക് ചെയ്യാന്ന് ക്ലിയർ ആയിരിക്കണം. അപ്പൊ എവിടെയാ എറർ ഇവിടെയാ വരിക, E(t). സോ ഇൻപുട്ട് റെഫറൻസ് ഇൻപുട്ട് R(t), എറർ E(t). ഇത് നമ്മുടെ സിസ്റ്റം, ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. അപ്പൊ E(t) എന്താണ്? എറർ സിഗ്നൽ ആണ്. അപ്പം എറർ കൊണ്ടൊന്നും ഇവിടെ ഒന്നും വെക്കരുത്, മനസ്സിൽ പതിപ്പിച്ചോളൂ. ഇതാണ് എറർ, E(t). എറർ സിഗ്നൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽ. അപ്പൊ നിങ്ങൾക്ക് എറർ എന്ന് പറഞ്ഞാൽ R(t) - C(t) നിങ്ങൾ എഴുതണം, നിങ്ങളുടെ മനസ്സിൽ വരണം. അതിനുവേണ്ടിയാണ് ഞാനത് മനസ്സിൽ എന്താണ് ഉറപ്പിച്ചു വെക്കാൻ പറയുന്നത്. ഇവിടെയാണ് E(t) വരിക. അങ്ങനെയാണ് E(t) എന്ന് പറഞ്ഞാൽ എന്താണ്? R(t) മൈനസ് ഔട്ട്പുട്ടിൽ വരുന്ന C(t). ദിസ് ഇസ് C(t). ഞാൻ എഴുതിയിട്ടില്ല, ദിസ് ഇസ് C(t). So E(t) is equal to error signal, that is difference between mathematically ഞാൻ represent ചെയ്തിട്ടുണ്ട്. We'll go to the next slide. Okay, this process of comparison between the output and the input maintains the output at the desired level through control action process. അപ്പം ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ നമ്മൾ എന്താ ചെയ്യുക? ഇൻപുട്ടിനെ ഔട്ട്പുട്ടിനെയും നമ്മൾ കമ്പയർ ചെയ്യും. അതായത് ഇൻപുട്ട് കൊടുത്തപ്പോൾ എത്രമാത്രം എറർ ഉണ്ടായി, ആ എറർ ഉണ്ടായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ടല്ലേ നമുക്ക് കിട്ടൂ. ആ എറർ സിഗ്നലിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്താണ് എറർ സിഗ്നൽ? E(t) will be equal to R(t) minus C(t). ഓക്കെ, പക്ഷെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആകുമ്പോൾ ഈ ഫെസിലിറ്റി ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ നമ്മൾ എറർ സിഗ്നലിന്റെ ബേസിസിൽ നമ്മൾ ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുകയാണ്. അപ്പൊ എന്താണ് എറർ സിഗ്നൽ? ഇൻപുട്ടിൽ കൊടുക്കുന്നതും ഔട്ട്പുട്ടിൽ കിട്ടുന്നതും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് എറർ. എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായി പോയ കാര്യം, തെറ്റായി പോയത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ബാക്കിയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടാം. സോ എറർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ R(t) മൈനസ് C(t). ഓക്കെ, അപ്പം എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത്? This process of comparison between the output and the input maintains the output at a desired level through control action. അപ്പൊ ചില കൺട്രോൾ ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ എന്താണ് എററിനെ മിനിമൈസ് ചെയ്യാൻ നോക്കുക. അപ്പൊ എറർ കാൽക്കുലേറ്റ് ചെയ്തു. ഓപ്പൺ ലൂപ്പ് ആണെങ്കിൽ എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാണ് ഡിസഡ്വാൻറ്റേജ്, എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ക്ലോസ് ലൂപ്പിൽ എന്താണ് എറർ? R(t) ഒരിക്കലും C(t) മൈനസ് R(t) അല്ല, ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് അല്ല എറർ, ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ആണ്. ഓക്കെ, R(t) മൈനസ് C(t). ഓക്കെ, ഇനി ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ്, മറ്റേ പുള്ളിക്കാരനുണ്ടായിരുന്ന ഡിസഡ്വാൻറ്റേജ് എല്ലാം, ഓപ്പൺ ലൂപ്പിൽ ഉണ്ടായിരുന്ന ഡിസഡ്വാൻറ്റേജ് എല്ലാം ക്ലോസ് ലൂപ്പിൽ പരിഹരിക്കും.
അതായത് ഹൈ ആക്യുറസി ഡ്യൂ ടു ദ കറക്ഷൻ ഓഫ് എനി അറൈസിംഗ് എറർ, സെൻസ് എൻവയോൺമെന്റൽ ആസ് വെൽ ആസ് ഇന്റേണൽ ഡിസ്റ്റർബ്. മറ്റേത് ഇന്റേണൽ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു, ഇവിടെ അറിയാൻ പറ്റും. ഹൈ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, എങ്ങനെയാണ് ഹൈ ബാൻഡ് വിഡ്ത്ത് വരുന്നത് ഇൻ ഡീറ്റെയിൽ നെക്സ്റ്റ് ക്ലാസ്സസിൽ ഉണ്ടാവും. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് ഹൈ ആണെന്ന് തൽക്കാലം പഠിച്ചു. ഇത് നമുക്ക് ഓട്ടോമേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്കറിയാം PLC എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ, അങ്ങനെയൊക്കെയുള്ള ഓട്ടോമേഷൻ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ അതൊരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആയിരിക്കണം. നമ്മൾ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ പൈത്തൺ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ സിസ്റ്റത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യാറുണ്ട്. അപ്പം അതൊന്നും ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിനെ ഒരിക്കലും ഇങ്ങനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം കനോട്ട് ബി ഓട്ടോമേറ്റഡ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്, അല്ലെങ്കിൽ മാർച്ച് A and B. സോ ഈച്ച് ആൻഡ് എവറി പോയിന്റ് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, സോ ക്ലോസ് ലൂപ്പ് സിസ്റ്റം ആകുമ്പോൾ വി ഹാവ് ദ ഫെസിലിറ്റി ഫോർ ഓട്ടോമേഷൻ. ഓക്കെ, ഇനി എന്താണ് ഡിസഡ്വാൻറ്റേജ്? കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ ആയിരിക്കും, ഹെൻസ് കോസ്റ്റ്ലിയർ ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ അല്ലെങ്കിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മൾ സിസ്റ്റത്തിൽ കയറ്റി നമ്മൾ എന്താണ് ഓട്ടോമേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പം കോംപ്ലക്സ് ആയില്ലേ, അങ്ങനെ ആകുമ്പോൾ കോസ്റ്റും കൂടും. അതൊരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഓസിലേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ക്ലോസ് ലൂപ്പിലൊക്കെ ചോദിക്കുമ്പോൾ ഓസിലേഷൻസ് എന്നുള്ള വാക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലാക്കണം അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ശരിക്കും ഒരു PSC എക്സാമിന് എന്താണ് നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ഓസിലേറ്റ് എന്നുള്ള വാക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. എന്തുകൊണ്ടാണ് ഓസിലേറ്റ് ചെയ്യുക? ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്, നോട്ട് പ്രോപ്പർലി. അപ്പൊ ഓസിലേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വേറെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലോട്ടൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല. ഓക്കെ, ആ ഓസിലേഷൻ എങ്ങനെ കുറയ്ക്കാമെന്ന് പറയുന്നത് വലിയ സ്റ്റഡിയാണ്, ഈവൻ ഒരു PhD ലെവലിലുള്ള സ്റ്റഡിയാണ്. ഓക്കെ, നമ്മൾ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി മുമ്പേ ആള് ചോദിച്ച പോലെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റവും ക്ലോസ് ലൂപ്പ് സിസ്റ്റവും തമ്മിലുള്ള കമ്പാരിസൺ, അതായത് ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു സമ്മറിയാണ് പറയാൻ പോകുന്നത്. അപ്പം അതിന്റെ ഡയഗ്രാം ഇത്രയും തന്നെ ശ്രദ്ധിക്കാത്ത ആള് ഇത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്താണ്? G(s) നമ്മുടെ സിസ്റ്റം. ഓക്കെ, പുതിയ വാക്ക് വന്നു, ഇത്രയും നേരം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, G(s). അപ്പം ഇവിടെ വരുന്ന ഈ സിസ്റ്റത്തിൽ വരുന്ന ആ ഒരു ഗെയിനെയാണ് നമ്മൾ G(s) എന്ന് പറയാം. ഓക്കെ, അപ്പം ഇൻപുട്ട് സിസ്റ്റം ഗെയിൻ അതാണ് G(s). അത് വരുന്നുണ്ട്, നെക്സ്റ്റ് ഞാൻ പറയുന്നുണ്ട്. സോ ഇൻപുട്ട് നമ്മൾ കൊടുത്തു G(s)ലേക്ക്, ഔട്ട്പുട്ട് കിട്ടി C(s). ഓക്കെ, സോ C(s) will be equal to G(s) into R(s). C(s). സോ ഓപ്പൺ ലൂപ്പില് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? C(s) by R(s) ആണ്. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ നോർമൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് C(s) by R(s) ആണ്. ഓക്കെ ആണല്ലോ. പക്ഷേ ഓപ്പൺ ലൂപ്പില് നമുക്കറിയാം, ഓക്കെ, ഓപ്പൺ ലൂപ്പിൽ നമുക്കറിയാം C(s) is equal to G(s) into R(s). ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നിട്ട് ഓപ്പൺ ലൂപ്പ് ഗെയിൻ കണ്ടുപിടിക്കാൻ പറയാം. അപ്പം ഇതാണ് G(s) into R(s) എന്ന് ചെയ്താണ്. ഓക്കെ, പ്രോബ്ലം വരുന്നുണ്ട്, ഫർദർ എക്സ്പ്ലനേഷനും വരുന്നുണ്ട്, ഡോണ്ട് വറി. ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിന്റെ ഇതാണ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം. ഇതാണ് ഇൻപുട്ട്, ഇതാണ് ഔട്ട്പുട്ട്. ഇൻപുട്ട് R(s), ഔട്ട്പുട്ട് C(s). നമ്മുടെ എറർ E(s) ഇവിടെ ഉണ്ട്, ഓർത്തോണേ. നമ്മുടെ എറർ ഉണ്ട്, എററിലാണ് മൊത്തം കളിയും, ഓർത്തോണല്ലോ. ഓക്കെ, ഇനി ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് H(s). അപ്പം ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ ഫീഡ്ബാക്ക് ഇല്ല, ഫീഡ്ബാക്ക് ഉണ്ട്. അവർ സെൽഫായിട്ടൊന്നും കറക്റ്റ് ചെയ്യുന്നില്ല. ഇൻപുട്ട് വരുന്നു, എററെല്ലാം കയറി പിടിക്കുന്നു, ഔട്ട്പുട്ട് വരുന്നു. പക്ഷെ ഇവിടെ സെൽഫ് കറക്ഷൻ ഉണ്ട്. നമ്മൾ എറർ വന്നു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ഒക്കെ ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്യും. ലെസ് ആക്യുറേറ്റ്, ഹൈ ആക്യുറസി, ലെസ് റിലയബിൾ, ഫിസിക്കലി റിലയബിൾ, ലെസ് എക്സ്പെൻസീവ്, ഈസി, കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഓപ്പൺ ലൂപ്പ് ക്ലോസ് ലൂപ്പിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ, ഇനി നമ്മൾ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇറങ്ങുകയാണ്. ഓക്കെ, ഇൻപുട്ട് ഇനി അങ്ങോട്ട് പഠിക്കുന്ന മൊത്തം ക്ലോസ് ലൂപ്പ് ആണ്. ഓക്കെ, ഓപ്പൺ ലൂപ്പും ഉണ്ട്. സോ ഇൻപുട്ട് R(s), ഔട്ട്പുട്ട് C(s). സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? C(s) by R(s). ഓക്കെ, C(s)
ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഈ ഒരു സ്ട്രെയിറ്റ് പാത്ത്, ലൈൻ അല്ല ശരിക്കും പാത്ത്, ഈ ഒരു പാത്ത് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എസ് ഇൻറ്റു ഇ ഓഫ് എസ് ആണേ. അതാണ് ഞാൻ പറഞ്ഞത്, എറർ ഇവിടെ ഉള്ള കാര്യം മറന്നു പോകരുത്. സോ സി ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? ജി ഓഫ് എസ് ഇൻറ്റു ഇ ഓഫ് എസ് ആണേ. ഓക്കെ, എറർ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു ആർ ഓഫ് എസ് മൈനസ് സി ഓഫ് എസ് ആണെന്ന് പഠിച്ചു. പക്ഷേ ഈ സി ഓഫ് എസ് ഇവിടെ ഒറ്റയ്ക്കല്ല, അതിന്റെ കൂടെ ഒരു എച്ച് ഓഫ് എസ് കൂടെ ഉണ്ട് ഫീഡ്ബാക്ക്. സോ എറർ എന്ത് വരും? ഇ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ആർ ഓഫ് എസ് മൈനസ് സി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. അപ്പൊ ഇങ്ങനെ ഒരു ഫിഗർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഈ സി ഓഫ് എസ് ഒറ്റയ്ക്കല്ല, സി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ആണ്. അതുപോലെ തന്നെ സി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എസ് ഇൻറ്റു എസ്. കാരണം ഈ എച്ച് ഓഫ് എസ് എന്നുള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നേരെ ഫീഡ്ബാക്കിലേക്ക് തന്നെ വന്നേക്കാണ്. സോ നമ്മൾ ഒരിക്കലും അതിനെ ഒറ്റയ്ക്ക് എഴുതാനുള്ള കോൺസെപ്റ്റ് വരുന്നില്ല, അൺലെസ് ആൻഡ് അതർവൈസ് ഇവിടെ വേറൊരു പാത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഫർദർ ടോപ്പിക്സിൽ വരുന്നുണ്ട്. മേസൺസ് ഗെയിൻ ഫോർമുല ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യും. മേസൺസ് ഗെയിൻ ഫോർമുല അത് നമ്മൾ അപ്പം നോക്കാം. സോ സി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എസ് ഇൻറ്റു ഇ ഓഫ് എസ്. ഓക്കെ, അപ്പൊ ഇ ഓഫ് എസ് എന്താണ്? ആർ ഓഫ് എസ് മൈനസ് സി ഓഫ് എസ്. പക്ഷെ ഇവിടെ ഫീഡ്ബാക്ക് ഉള്ളതുകൊണ്ട് ആർ ഓഫ് എസ് മൈനസ് സി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. എച്ച് ഓഫ് എസ് ഇസ് ദ ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പം സി ഓഫ് എസ് ഇസ് ജി ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഇൻറ്റു ഈ ഇ ഓഫ് എസിന്റെ അടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എസ് ഇൻറ്റു ആർ ഓഫ് എസ് മൈനസ് സി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. ഒട്ടൊന്നുമില്ലേ? സി ഓഫ് എസ് എടുത്തു, ജി ഓഫ് എസ് ഇൻറ്റു ഇ ഓഫ് എസ് ആണെന്ന് മനസ്സിലായി. ഫിഗറിൽ നിന്ന് എററിന്റെ സിഗ്നൽ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കോമൺ എടുത്തു മാത്തമാറ്റിക്സ്. സോ സി ഓഫ് എസ് എന്ന് പറയുന്നത് 1 പ്ലസ് എച്ച് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എസ് ഇൻറ്റു ആർ ഓഫ് എസ്. അതായത് ഈ ഇതെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പൊ സി ഓഫ് എസ് പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഇൻറ്റു സി ഓഫ് എസ് ആയി. അപ്പം അതിന് സി ഓഫ് എസ് പിന്നെ കോമൺ എടുത്തു. സി ഓഫ് എസ് ഇൻറ്റു 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു 1 പ്ലസ് എച്ച് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എസ് ഇൻറ്റു ആർ ഓഫ് എസ്. അപ്പം അതിൽ നിന്ന് ആർ ഓഫ് എസ് ഡിനോമിനേറ്റർ കൊണ്ടുവന്നു. അപ്പൊ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എന്തായി? ജി ഓഫ് എസ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. ക്ലിയർ ആയോ? ആ ഒരു എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായോ? അതായത് ഈ ഫിഗറും ഈ രണ്ട് ഇക്വേഷനും എങ്ങനെ എഴുതുന്നത് പഠിച്ചാൽ മതി. എന്നിട്ട് ഈ ഇക്വേഷൻ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എൽ എച്ച് സ്റ്റാർ കൊണ്ടുപോയി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കോമൺ എടുത്ത് എഴുതുക. ക്ലിയർ ആണോ? പ്ലസ് ഓർ മൈനസ് എങ്ങനെ വന്നു എന്ന് ഞാൻ പറയാം. ഇത് ക്ലിയർ ആണോ? ഹലോ, ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പം സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എസ് ബൈ 1 പ്ലസ് ഈ പർട്ടിക്കുലർ ഡെറിവേഷനിൽ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ആണ് കിട്ടുന്നത്. അതാണ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓർത്തോ, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വേറെ ഉണ്ട്. ഇത് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഇല്ലേ? സോറി, ജി ഓഫ് എസ് ഇൻറ്റു സി ഓഫ് എസ് ബൈ ആർ പ്ലസ് ജി ഓഫ് എസ് ആണ്. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഓഫ് എസ് ആണ്. എച്ച് ഓഫ് എസിന്റെ കോൺസെപ്റ്റ് വരുന്നില്ല. ഓപ്പൺ ലൂപ്പിൽ എച്ച് ഓഫ് എസ് ഇല്ല. ഓക്കെ, ഫീഡ്ബാക്ക് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ മൈനസും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ പ്ലസ്. അപ്പൊ നോർമലി നമ്മൾ ഒരു സിസ്റ്റത്തിൽ, നമ്മളൊരു കൺട്രോൾ സിസ്റ്റം, നമ്മൾ എപ്പോഴും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് യൂസ് ചെയ്യുക. സോ അതുകൊണ്ട് നോർമൽ ഇക്വേഷൻ 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്. അപ്പം നിങ്ങൾക്ക് പി എസ് സിയുടെ കാര്യം ഞാൻ പറയാം. പി എസ് സി ലെവലിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് 99.9% നെഗറ്റീവ് ഫീഡ്ബാക്ക് തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് നോക്കുക, ഇന്നൊരു പോസിറ്റീവ് ഫീഡ്ബാക്കിന് ക്വസ്റ്റ്യൻ അങ്ങ് ചോദിച്ചു കളയാന്ന് വിചാരിച്ച ആരെങ്കിലും ചോദിച്ചാലോ? പക്ഷെ അതപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെന്ന്. അപ്പം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ 1 മൈനസ്, അല്ലെങ്കിൽ 99% ക്വസ്റ്റ്യൻസും നെഗറ്റീവ് ഫീഡ്ബാക്കിലായിരിക്കും. കാരണം അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ വരുന്ന സെഷൻസിൽ നമ്മൾ നോക്കാം, അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ജി ഓഫ് എസ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ആയിരിക്കും നമ്മൾ എപ്പോഴും പഠിക്കാം. ബിക്കോസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്.
പക്ഷേ പ്ലസ് ഓർ മൈനസ് എപ്പോഴാണ് മൈനസ് വരിക? പക്ഷെ ഈ ഡെറിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം g(1+g)ന്റെ h(f) തന്നെ അല്ലേ? അതെ. പക്ഷേ മൈനസ് എപ്പോഴാ വരിക? പോസിറ്റീവ് ഫീഡ്ബാക്കില് എറർ എന്ന് പറയുന്നത് r(+) ആയിരിക്കും. എറർ വിൽ ബി r(+) ബിക്കോസ് പോസിറ്റീവ് സിഗ്നൽ ആണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഫീഡ്ബാക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ പ്ലസ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എറർ എന്ത് വരും? r(+ c(s) വരും പോസിറ്റീവ് ഫീഡ്ബാക്കിൽ. ഓക്കെ, നിങ്ങൾ അധികം കൺഫ്യൂസ് ചെയ്യണ്ട. രണ്ട് ഫീഡ്ബാക്ക് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പം നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം നമ്മൾ നോർമലി പഠിക്കുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അപ്പം ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു c(f)/r(+ ഇസ് ഈക്വൽ ടു g(f)/1+g(s) into h(f)s ഫോർ നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ പ്ലസ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇത്രയും നേരം കണ്ട ടേംസ് എന്തൊക്കെയാണെന്ന് പറയാം. ഓൾറെഡി ഞാൻ പറഞ്ഞു, പക്ഷെ ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതിയേക്കാം ഫോർ യുവർ റെഫറൻസ്. r(s) എന്താണ്? ഇൻപുട്ട് ഓർ റെഫറൻസ് ഇൻപുട്ട് ഓർ ഡിസൈർഡ് ഔട്ട്പുട്ട്. എന്താണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരാണ് അൺമ്യൂട്ട് ചെയ്തത്? ഓക്കെ, അപ്പം c(s) എന്ന് പറയുന്നത് ആക്ച്വൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ കൺട്രോൾഡ് ഔട്ട്പുട്ട് ആയിരിക്കും. അതാണ് c(s). e(s) എന്ന് പറഞ്ഞാൽ ആക്ച്വേറ്റിംഗ് എറർ സിഗ്നൽ, അതാണ് e(s). അതെന്ന് പറഞ്ഞാൽ എന്താണ്? r(t) - c(t) അല്ലെങ്കിൽ r(s) എസ് ഡൊമൈനിൽ പറഞ്ഞ r(s) - c(s) ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ചില ക്വസ്റ്റ്യൻ അത് ഫൈൻഡ് ദ ഫോർവേഡ് പാത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നൊക്കെ കയറി ചോദിച്ചോളെ ചിലർ നമ്മളെ. ഓക്കെ, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഡിഫിക്കൽട്ട് ആക്കാന്നുള്ള ഭാവത്തിൽ ചിലപ്പോൾ ഇങ്ങനെ കയറി ചോദിച്ചോളെ. അപ്പൊ എന്താണ് ഫോർവേഡ് പാത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ? എന്താണ് g(s)? ഒന്നുമില്ല, അതാണ് g(s). ഈ g(s) ഇതെന്താണെന്ന് ആ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? ഫോർവേഡ് പാത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അത്രേ ഉള്ളൂ. h(s) എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് പാത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ മുമ്പ് ഓൾറെഡി പറഞ്ഞത്. എന്താണ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ? g(s) into h(s). പക്ഷേ h(s) is equal to 1. യൂണിറ്റി ഫീഡ്ബാക്ക് ആകുമ്പോൾ h(s) is equal to 1. ഓക്കെ, അതാണ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? c(s)/r(s). ദാറ്റ് ഈസ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞാണ്, ഞാൻ ലെസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ബാക്കിലേക്ക് പോയി നോക്കുക എന്തൊക്കെയാണെന്ന്. സോ ഓപ്പൺ ലൂപ്പ് ഓപ്പൺ ലൂപ്പിൽ h(s) ഇല്ല, പക്ഷെ നമുക്ക് ഒരു ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിനെ നമുക്ക് ഓപ്പൺ ലൂപ്പ് ആക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ h(s) അവിടെ ഉണ്ടാവും. g(s) into h(s) എന്നുള്ളത് ഒരു ക്ലോസ് ലൂപ്പിന് നമ്മൾ ഓപ്പൺ ലൂപ്പിലേക്ക് ആവും. ക്ലോസ് ലൂപ്പിന് ഓപ്പൺ ലൂപ്പ് ആകുമ്പോൾ ആ ടേം എങ്ങും പോകുന്നില്ലല്ലോ. പക്ഷേ നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യണം. സോ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ബൈ 1 - ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അങ്ങനെ വരുമ്പോൾ h(s) വരുന്നു. പക്ഷേ ഇത് എപ്പോഴാണ് വാലിഡ്? h(s) is equal to 1 ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ വാലിഡ് ഉള്ളൂ. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർ എ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ ഓപ്പൺ ലൂപ്പ് എന്താണ്? ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? അങ്ങനെ വരുമ്പോഴാണ് ഇത് വരിക. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിത് ലാസ്റ്റിൽ പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ ഫോർമുല ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ബൈ 1 - ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. എപ്പോഴാണ്? യൂണിറ്റി ഫീഡ്ബാക്കിലെ ഇത് വാലിഡ് ഉള്ളൂ. ഓക്കെ, അപ്പം PSCക്ക് ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ട് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ. അപ്പം ഈ പാടമൊക്കെ വരച്ച് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, മിക്ക ക്വസ്റ്റ്യൻസും ഓക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാമോ? മിക്ക ക്വസ്റ്റ്യൻസും യൂണിറ്റി ഫീഡ്ബാക്കിലായിരിക്കും ചോദിക്കുക. സോ ദാറ്റ് വിൽ ബി വാലിഡ് ഫോർ h(s) is equal to 1. ഓക്കെ, ഇനി ചിലർ ഫീഡ് ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഫീഡ് ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻപുട്ടിൽ നമ്മുടെ എററിനെ അങ്ങ് എടുത്താൽ മതി. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? c(s)/r(s). അപ്പൊ ഫീഡ് ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? c(s)/e(s). ക്വസ്റ്റ്യനകത്ത് എങ്ങനെ ഫീഡ് ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് എന്ത് വേണേ ചോദിക്കാമല്ലോ.
അയാൾ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ടോ ഒക്കെ അവിടെ ഫീഡ് ഫോർവേഡ് എന്ന് കിടക്കുന്നുണ്ടോ, എന്നാൽ ഇതെന്നെ ചോദിച്ചല്ല എന്ന് വിചാരിച്ച് അങ്ങ് ചോദിക്കും. സോ സി ഓഫ് എസ് ബൈ ഇ ഓഫ് എസ്, അതാണ് ഫീഡ് ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, സോ നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷിംഗിൽ എത്തിക്കഴിഞ്ഞു. അപ്പം ഇന്നത്തെ കുറച്ച് ആക്ച്വലി നോർമലി ഒരു കൺട്രോൾ സിസ്റ്റത്തിന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഞാനിത് ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, കാരണം ഇത് എക്സാമിനേഷൻ പോയിന്റ്, ഇതൊരു ഡെറിവേഷൻ ആണ്, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഒരു മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ, അതായത് KCL, KVL, ന്യൂട്ടൺ ലോസ് ഒക്കെ ഉപയോഗിച്ച് നമ്മളൊരു സിസ്റ്റത്തിനെ നമ്മൾ മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യും. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്തു, അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എല്ലാം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, അപ്പൊ ഞാനിത് പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം ലീനിയർ സിസ്റ്റം ഞാൻ ആദ്യം പറഞ്ഞു എന്താണ് ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. ആദ്യം നമ്മളൊരു സിസ്റ്റം എടുത്തു, ടൈം ഡൊമൈനിൽ ഒരു സിസ്റ്റം എടുത്തു. അപ്പൊ നമ്മൾ അതിലേക്ക് KCL, KVL ഒക്കെ അപ്ലൈ ചെയ്ത് മാത്തമാറ്റിക്കലി നമ്മൾ മോഡൽ ചെയ്തു. എന്നിട്ട് അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതി. എന്നിട്ട് ഓക്കെ, എഴുതണം നമ്മൾ ട്രാൻസ്ഫർ അത് LTI ആണോ നോക്കണം, ലീനിയർ ടൈം ഇൻവേരിയന്റ് ആണോ നോക്കണം. അപ്പം എന്താണ് ആ പർട്ടിക്കുലർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കോഎഫിഷ്യൻസ്. അപ്പം 2 × dy/dt അല്ലെങ്കിൽ 2 × d²/dt ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തില്ലേ, അപ്പൊ അതിന്റെ കൂടെ, അപ്പം മുമ്പത്തെ പ്രോബ്ലത്തിലൊക്കെ കോഎഫിഷ്യന്റ് എന്തായിരുന്നു, 1 ആയിരുന്നു. അതിന്റെ കൂടെ ടേംസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ആ കോഎഫിഷ്യന്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ LTI എന്ന് പറയും. അപ്പൊ കോൺസ്റ്റന്റ് 1 ഒരു കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ 2, 3 അങ്ങനെയുള്ള കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ ലീനിയർ. അപ്പം പക്ഷെ x × അല്ലെങ്കിൽ x² × എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്താണ്, ലീനിയർ ടൈം വേരിയന്റ് ആണ്. അപ്പൊ അതിന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇല്ല, അല്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പം ലീനിയർ ടൈം ഇൻവേരിയന്റ്. ഓക്കെ, സിഗ്നൽസിന്റെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം വേരിയൻസ്, ടൈം ഇൻവേരിയൻസ് കുറച്ചുകൂടെ ക്ലിയർ ആവും സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എടുക്കുമ്പോൾ. ഓക്കെ, അപ്പം ഹോമോജിനിറ്റി ആൻഡ് സൂപ്പർപോസിഷൻ, കേരള PSC അത് ഒരു ഓപ്ഷനകത്തെടുത്ത് ഹോമോജിനിറ്റി സൂപ്പർപോസിഷൻ എടുത്തിട്ട് വെച്ചേക്കും. നമ്മൾ അത് കണ്ടുപിടിച്ച് നമ്മൾ അത് എടുത്തിട്ട് ഡാർക്കൺ ചെയ്യാം. ആ ഒരു ലെവലിലൊക്കെ കേരള PSC ചോദിക്കാറുള്ളൂ. ഓക്കെ, സോ ഒബൈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആൻഡ് സൂപ്പർപോസിഷൻ, ലീനിയർ സിസ്റ്റം. ഓക്കെ, അപ്പം നമുക്കൊരു പർട്ടിക്കുലർ സിസ്റ്റം ഉണ്ട്. നമ്മൾ ഈ ഒരു ഡെറിവേഷൻ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എന്നാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതായത് കൺട്രോൾ സിസ്റ്റത്തിന്റെ A to Z നിങ്ങൾക്ക് ഞാൻ ഡെലിവറി ചെയ്യും. ഓക്കെ, സോ ഇൻപുട്ട് എന്ന് പറയുന്നത് u(t) ആണെങ്കിൽ, ഓക്കെ, നമുക്കൊരു പർട്ടിക്കുലർ സിസ്റ്റം ഉണ്ട്. u(t) = A1 × d², പറഞ്ഞില്ലേ, അതായത് ഡിഫറൻഷ്യൽ ടേമിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. Then only it is a linear time invariant system. Okay, നമ്മൾ മുമ്പേ കണ്ടായിരുന്നു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് d²/dt² എന്താണെന്ന്. x of t വന്നു കഴിഞ്ഞാൽ s² ന്റെ x of s മൈനസ് x ന്റെ x of 0 മൈനസ് x dash of 0. ഈ ഫോർമുല ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്താ. അപ്പൊ ഇപ്പം ഡൗട്ട് വരാനിരിക്കാനാണ് ഞാൻ ഇത് ലാസ്റ്റിലേക്ക് മാറ്റിയത്. സോ u of s is equal to എന്ത് പറയും, u of s is equal to A1 × s² × y of s മൈനസ് ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ എപ്പോഴും പറയാ 0 ഇനിഷ്യൽ കണ്ടീഷനിലാണ്. അതുകൊണ്ട് ഇത് 0, ഇത് 0, ഇതും 0. അപ്പം ഇവൻച്വലി നമുക്ക് എന്ത് കിട്ടി, u of s by y of s is equal to A1s² plus A2s plus A3. ഓക്കെ, മാത്തമാറ്റിക്സ് ആണ്, കോമൺ എടുക്കുക, RHS കൊണ്ടുപോവാ, ബൈ ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ u of s by y of s is equal to A1s² plus A2s plus A3. അപ്പം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമില് ഈ ഫോമുല ഒന്നും നിങ്ങൾ കാണാൻ പഠിക്കണ്ട. നമ്മൾ ശരിക്കും ഈ ഒരു ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തു. സോ നിങ്ങൾ ഇതിന്റെ മുന്നിലുള്ള ആൾക്കാരാണ്. ഇപ്പൊ യു ആർ വെൽ അഹെഡ് ഓഫ് ദിസ് ഡെറിവേഷൻ. അതായത് നിങ്ങൾ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓൾറെഡി കണ്ടുപിടിപ്പിച്ചു. y of s by u of s is equal to 1/A1s² plus A2s plus A3. ഓക്കെ, നിങ്ങളിത് ഈ ഫോമുല പഠിക്കരുത്. ഓക്കെ, പഠിച്ചിട്ട് ഓർത്ത് ഫോമുല വെച്ച് ആൻസർ എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാം. ഒരു ക്വസ്റ്റിനകത്ത് 2 × d²/dt² plus y of t plus 3 × അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ 1/A1s² plus A2 1/2s², അങ്ങ് ഡയറക്റ്റ് അങ്ങ് എഴുതിയാൽ മതി. അതാണ് ഉത്തരം, അതാണ് ഡെറിവേഷൻ. പക്ഷെ അങ്ങനെ ഓർത്ത് തെറ്റിക്കേണ്ട. ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക, കോമൺ എടുക്കുക, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് എഴുതുക. ദാറ്റ് ഈസ് ദ ആൻസർ. ക്ലിയർ ആയോ?
ഈ ഒരു ഡെറിവേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത